प्रेज़ द लॉर्ड। सारे लोगों को प्रभु यीशु मसीह का नाम का स्नेहवंदन देता हूँ। हम लोग जो है आज മാത്യു ചാപ്റ്റർ 21 ആൻഡ് 22 മത്തായി എഴുതിയ സുവിശേഷം 21 22 രണ്ട് അധ്യായങ്ങൾ നമ്മൾ ധ്യാനിക്കാൻ പോവുകയാണ്. लेकिन उससे जाने से पहले मैं जो लिखना चाहते हैं प्लीज़ लिख के ले लें. അത് ഒന്ന് എഴുതിയെടുത്താൽ നല്ലതായിരിക്കും. മത്തായി എഴുതിയ സുവിശേഷം 21 തൊട്ട് 21-1 തൊട്ട് 25-46 വരെയുള്ള അധ്യായങ്ങൾ ജീസസ് മിനിസ്ട്രി ഇൻ ജെറുസലേം, യെരുഷലേമിലുള്ള തൻ്റെ ശുശ്രൂഷയാണ് മത്തായി വരച്ച് കാണിക്കുന്നത്. यीशु मसीह का यरूशलेम की मिनिस्ट्री को जो है मैथ्यू इन चैप्टर्स में बताता है. ओके, मैथ्यू चैप्टर 21 verses 1 till 25 verses 46. सो अभी तक जीसस जो है ഗാലിലി में मिनिस्ट्री कर रहे थे. ഇതുവരെ തൻ്റെ മിനിസ്ട്രി ഗലീലയിലായിരുന്നു. എന്നാൽ ഗലീലയിൽ നിന്ന് യെരുശലേമിലേക്ക് കർത്താവ് വന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. सो गलीला से यीशु मसीह यरूशलेम में आया करके हम लोग देख सकते हैं. चैप्टर 21 वर्सेस 1 जरा देखे. 21-1 നോക്കിയാട്ടെ. कोई भी जरा हिंदी में पढ़िए या मलयालम में. जब वे यरूशलेम के निकट पहुंचे और जैतून पहाड़ पर बैतफगे के पास आए तो यीशु ने 2 चेलों को यह कहकर भेजा. बस जब वे यरूशलेम के निकट पहुंचे അനന്തരം അവർ യെരുശലേമിനോട് സമീപിച്ചു. അപ്പം 21 തൊട്ട് 25 വരെയുള്ള അധ്യായങ്ങൾ യേശു കർത്താവ് യെരുശലേമിൽ ചെയ്യുന്ന പ്രവർത്തികളാണ്. ഓക്കെ, അതിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 21 തൊട്ട് 22 വരെയുള്ള 2 അധ്യായങ്ങളാണ്. ഞാനൊരു ആമുഖമായിട്ട് ഇതിൻ്റെ ഒരു ഓവർവ്യൂ തരാം. ഈ 2 अध्यायത്തിൻ്റെ ये दोनों चैप्टर का एक ओवरव्यू देता हूँ ताकि आप लोगों को थोड़ा ഐഡിയ मिले आज हम लोग क्या सीखने के लिए जा रहे हैं. ഇന്നെന്തോ നമ്മൾ പഠിക്കാൻ പോകുന്നതിൻ്റെ ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് ലഭിക്കും. ഒന്ന്, യേശു കർത്താവ് യെരുശലേമിൽ വരുമ്പോൾ അവിടെ വലിയ ജനക്കൂട്ടം യേശുവിനെ വരവേറ്റി ഓസാന പാടി എന്ന് നമുക്ക് കാണാൻ കഴിയും. यीशु मसीह जब यरूशलेम में जब दाखिल हुआ तो बहुत सारे भीड़ जो है इकट्ठा होकर वहाँ पर ओसन्ना यीशु मसीह के नारे लगाए और ये लोग गाए करके हम लोग देखते हैं. उसके बाद यीशु मसीह यरूशलेम के टेम्पल में वहाँ पर हम लोग देखते हैं कि एक जजमेंट करता हुआ हम लोग देख सकते हैं. നമ്മൾ ആലയത്തെ ശുദ്ധീകരിച്ചെന്നാണ് സാധാരണ മലയാളത്തിൽ പലരും പറയാറുള്ളത്. പക്ഷേ ആലയത്തെ ശുദ്ധീകരിക്കുകയല്ല ചെയ്തത്, ആലയത്തെ ന്യായം വിധിക്കുകയാണ് ചെയ്തത്. ഓക്കെ, കാരണം ശുദ്ധീകരിക്കുക എന്ന് പറയുമ്പം അത് ഞാൻ മുമ്പോട്ട് വരുമ്പോൾ പറയാം. കാരണം കർത്താവ് ഇവരെ പുറത്താക്കിയതിന് ശേഷം ഇവർ അടുത്ത ആഴ്ചയും പിന്നെയും സാധനങ്ങളോട്ടൊക്കെ വന്നു. അപ്പം അവിടെ ശുദ്ധീകരണത്തെക്കാൾ കൂടുതൽ നമ്മൾ പറയേണ്ടത് അവിടെ ആലയത്തിൽ ന്യായം വിധിച്ചു എന്നാണ്. ओके, तो हम लोग बोलते हैं कि जीसस ने टेम्पल को जो क्लेंस किया करके बोलते हैं, लेकिन टेम्पल को क्लेंस नहीं किया बल्कि टेम्पल के ऊपर जजमेंट दिया करके हम लोग देखते हैं. क्योंकि मैं आगे डिटेल में बताऊंगा वो क्यों मैं ऐसा बोल रहा हूँ, എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നതെന്നുള്ള കാര്യം ഞാൻ മുമ്പോട്ട് ഡീറ്റെയിൽ. ഇപ്പം തൽക്കാലം നമ്മൾ ഇത് മനസ്സിലാക്കിയിരിക്കട്ടെ. तीसरा जो है जीसस कर्सेस दी फिग ट्री. അത്തിവൃക്ഷത്തെ കർത്താവ് ഫലമില്ലാത്തത് കൊണ്ട് ശപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ദൈവമക്കൾ മനസ്സിലാക്കണം, ഇത് രണ്ടും കണക്റ്റഡ് ആണേ. അതായത് ഈ ആലയത്തിൻ്റെ ജഡ്ജ്മെൻറ്റും ഈ പറയുന്ന അത്തിവൃക്ഷത്തെ കേഴ്സ് ചെയ്യുന്നതും ശപിക്കുന്നതും ഇത് രണ്ട് കണക്റ്റഡാണ്. അത് നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ അത് നമുക്ക് മനസ്സിലാവും എങ്ങനെ അത് കണക്റ്റഡാണ്, എന്തുകൊണ്ടാണ് മത്തായി അത് രണ്ടും ഒരുമിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. तो ये दोनों कनेक्टेड है. टेम्पल में परमेश्वर जजमेंट करता और जैतून के जो दरख्त को जो खुदावन कर्स करता और बातें जो हैं ये दोनों कनेक्टेड है करके हम लोग समझना. वो मैं आगे जब भी हम लोग देखेंगे सीखेंगे तब मैं बताऊंगा आप लोगों को. ओके, അതിനുശേഷം
നമുക്ക് കാണാൻ കഴിയുന്നത് उसके बाद जो है जीसस के अथॉरिटी को जो है लोग चैलेंज करते हैं द लीडर्स द लीडर्स the leaders of Jerusalem, challenge the authority of Jesus Christ. യേശു ക്രിസ്തുവിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചോദ്യം ചെയ്യുകയാണ്. എന്തുകൊണ്ട്, എങ്ങനെയാണ്, നിനക്ക് ആര് ഈ അധികാരം എന്താണെന്ന് ഇതൊക്കെ ചെയ്യാൻ? ആലയത്തെ ന്യായം വിധിക്കാനും പിന്നെ ഒഷന്ന പാടി രാജാവ് വരുന്നു എന്നൊക്കെയുള്ള പാട്ട് പാടിയപ്പോൾ അതിനെ അനുവദിക്കുന്നതൊക്കെ ഇത് ആരായി ഈ അധികാരം തന്നു? കിസ്നെ ആപ്കോ ഈ അതോറിറ്റി ദിയ कि ओशन्ना तेरे प्रति गाएं और मंदिर में आकर तो जजमेंट करे? हु गेव यू दिस अथॉरिटी? तो अभी नोटिस करना आप लोग, ऐसा लिखना. सो ये अथॉरिटी जब लोगों ने पूछा, उसके जवाब में जीसस ने 3 तमसीलों को दिया. ഈ അധികാരം ഈ ലീഡേഴ്സ് ചോദിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് 3 ഉപമകളാണ് കർത്താവ് യേശു ക്രിസ്തു പറയുന്നത്. 3 പാരബിൾസ്. ഓക്കെ, നമ്പർ 1 പാരബിൾ, ഒന്നാമത്തെ ഉപമ, ദ പാരബിൾ ഓഫ് 2 സൺസ്. ദ പാരബിൾ ഓഫ് 2 സൺസ്, 2 പുത്രന്മാരുടെ ഉപമ. ദോ ബേട്ടോं की जो है तमसील. सेकंड जो है पैराबल ऑफ द लैंड ओनर. इसका टाइटल क्या है हिंदी में, जरा पढ़िए. മലയാളത്തിലും ഹിന്ദിയിലെ ടൈറ്റിൽ എന്തോന്ന് വായിച്ചേ? യാ, വേഴ്സസ് दुष्ट किसानों का दृष्टांत। हाँ, दुष्ट किसानों का दृष्टांत। दुष्ट किसानों का. तो वो टाइटल आप लोग लिखना आप हिंदी में. മലയാളത്തിൽ എന്താ വായിച്ചേ? 33-ാം വാക്യത്തിലുണ്ട്. ഗൃഹസ്ഥനായ ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. ഗൃഹസ്ഥനായ അല്ലെങ്കിൽ ഗൃഹസ്ഥന്റെ ഉപമയെന്നോ അങ്ങനെയാണെങ്കിൽ നമുക്ക് വിളിക്കാം. ഓക്കെ, 33 till 46 जो है the parable of the land owner. Third parable, chapter 22, 22-ാം അധ്യായത്തിൽ അതിൻ്റെ 1 തൊട്ട് 14 വരെയുള്ള വാക്യങ്ങൾ. 1 से लेके 14 तक के जो verses में जो है we can see parable of marriage feast. വിവാഹ അല്ലെങ്കിൽ വിവാഹത്തിന് വേണ്ടി രാജാവ്, തൻ്റെ മകൻ്റെ വിവാഹത്തിന് വേണ്ടി രാജാവ് ക്ഷണിച്ച ആ ഒരു ഉപമ അവിടെ നമുക്ക് കാണാൻ കഴിയും. കണ്ടായിരുന്നു? 22 का हेड जरा पढ़ी, हेडलाइन जरा पढ़ी. 22-ന്റെ हेडलाइन विवाह भोज का दृष्टांत. വിവാഹ ഭോജ് का दृष्टांत. മലയാളത്തിൽ എങ്ങനെ ഹെഡ്ലൈന്? അവൻ കല്യാണത്തിന് ക്ഷണിച്ചവര് ഹെഡ്ലൈൻ ഒന്നും ഇല്ല. തന്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശ്യം. അതെ, അതാണ് ടൈറ്റിൽ നിങ്ങൾ കൊടുക്കേണ്ടത്. ഓക്കെ ഓക്കെ, इसके बाद इसके साथ कनेक्टेड है, ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. നെക്സ്റ്റ് 3 ഇൻസിഡൻസ് को भी देख सकते. 3 ഇൻസിഡൻസിനെ കാണാൻ കഴിയും. 3 ഇൻസിഡൻസ്. 3 ഇൻസിഡൻസ്. 1 is പൊളിറ്റിക്കൽ ആണ്. ചാപ്റ്റർ 22 15 till 22. 22-ന്റെ 15 തൊട്ട് 22 വരെ. കൈസർക്ക് കൊടുക്കണോ, കൈസർക്കോ ദേനാ ഹെ യാ കിസ്കോ ദേനാ, പൊളിറ്റിക്കൽ എക് സവാൽ ഹെ, കോൺട്രവേഴ്സി. ഇതൊരു കർത്താവിനെ എങ്ങനെ ടെസ്റ്റ് ചെയ്ത് പ്രശ്നത്തിലാക്കുക എന്നുള്ള 3 ഇൻസിഡൻസ് ആണ് കാണാൻ കഴിയുന്നത്. നെക്സ്റ്റ് വൺ ലൈഫ് ആഫ്റ്റർ ഡെത്ത്. കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് പുനരുത്ഥാനത്തെക്കുറിച്ച് സദുക്യർ ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടികളാണ് അടുത്ത നമുക്ക് കാണാൻ കഴിയുന്നത്. 22 का 23 से लेके 33. മൂന്നാമത്തത് ലൈഫ് പ്രയോറിറ്റീസ്, ജീവിതത്തിൻ്റെ മുൻഗണനകൾ. ലൈഫ് പ്രയോറിറ്റീസ് 22 का 34 से लेके 40.
जीवन का प्रायोरिटीज के बारे में 22 का 34 से लेके 40 लाइफ प्रायोरिटीज लास्ट में അവസാനമായി the Messiah is not only David's son but also his Lord. Chapter 22 41 से लेके 46 तक യേശു കർത്താവ് അല്ലെങ്കിൽ മെഷിയ ദാവീദിൻ്റെ പുത്രൻ മാത്രമല്ല, ദാവീദിൻ്റെ കർത്താവും കൂടെയാണ്. അങ്ങനെയാണ് ഇതിനെ കൺക്ലൂഡ് ചെയ്തത്. ഐസ ഈ കൺക്ലൂഡ് होता है. Did you see that? Did you see the overview of today's study? ഇന്നത്തെ സ്റ്റഡിയുടെ ഓവർവ്യൂ കണ്ടോ? ഹോശാന, അതിനുശേഷം ആലയത്തിൽ കയറി ജഡ്ജ്മെൻറ്റ് കർത്താവ് നടത്തി, അത്തിവൃക്ഷത്തെ ശപിച്ചു, കർത്താവിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്തു. അതിനോട് ഉള്ള 3 ഉപമകൾ നമുക്ക് കാണാൻ കഴിയും. ആ 3 ഉപമകൾക്ക് ശേഷം 3 ഇൻസിഡൻസിനെ കാണാൻ കഴിയും. അതിനുശേഷം അവസാനം ദാവീദിൻ്റെ പുത്രൻ മാത്രമല്ല, ദാവീദിൻ്റെ കർത്താവും കൂടെയാണ്. देखा आपने ओवरव्यू? तो हिंदी भाई बहन लोग भी जरा देखिए. ओशाना, उसके बाद टेम्पल में परमेश्वर जजमेंट करता है, फिर फिक्ट्री को कर्स करता हुआ हम लोग देखते हैं, फिर यीशु मसीह के उस अथॉरिटी को सवाल करता है. उसके पश्चात यीशु मसीह 3 पैराबल्स देता है, कंट्रोवर्सी पैराबल्स. उसके बाद 3 इंसिडेंट्स है. वो 3 इंसिडेंट्स पॉलिटिकल, लाइफ आफ्टर डेथ, लाइफ प्रायोरिटीज. फिर आखिर में यीशु मसीह दाऊद का पुत्र काली नहीं बल्कि कौन है? यीशु मसीह दाऊद का प्रभु भी है. ओके, दिस इज दी ओवरव्यू ऑफ टुडे स्टडी. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടത് യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നടന്ന ഓരോരോ കാര്യം അല്ലെങ്കിൽ പിതാവായ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിക്കും അനുസരിച്ചായിരുന്നു ഓരോരോ കാര്യം. अभी तक हम लोग ने देखा कि परमेश्वर यीशु मसीह का जो कुछ भी बात हुआ वो पिता के मर्जी और पिता की इच्छा के अनुसार हुआ. इवन जीसस जेरूशलेम में आता है, इट इज എ പ്ലാൻ ഓഫ് ഗോഡ്. യേശു കർത്താവ് യെരുശലേമിൽ പോലും വരുന്നതും അത് ദൈവത്തിൻ്റെ ഒരു പ്ലാനാണ്, ദൈവത്തിൻ്റെ ഹിതമാണ്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 15:3 ഇങ്ങനെ വായിക്കുന്നത്. इसके लिए हम लोग 1 कोरिन्थियंस चैप्टर 15 का 3 में हम लोग इस तरह पढ़ते हैं. उसमें ऐसा लिखा है कि दैट क्राइस्ट डाइड फॉर आवर सिंस अकॉर्डिंग टू द स्क्रिप्चर्स, दैट ही वाज बरीड एंड ही वाज रेज्ड ऑन द 3rd डे अकॉर्डिंग टू द स्क्रिप्चर्स. ക്രിസ്തു തിരുവെഴുത്തുകൾ പ്രകാരം മരിക്കുകയും അടക്കപ്പെടുകയും തിരുവെഴുത്തിൻ പ്രകാരം എഴുന്നേൽക്കുകയും ചെയ്തു. So Christ died according to scriptures. Everything happened according to the scriptures. തിരുവചന പ്രകാരമാണ് സകലവും യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നടന്നത്. सारी बातें जो है यीशु मसीह के जीवन में प्रभु के वचन के अनुसार हुआ करके हम लोग देखते हैं. ओके, सो bear this in mind. ഇത് നമ്മുടെ മനസ്സിലുണ്ടാകണം. ആ 21-ാം അധ്യായത്തിലേക്ക് വരാം. അതിൻ്റെ 4-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ उसका 4th वचन में हम लोग पढ़ते हैं कि यीशु मसीह ने वहाँ पर यरूशलेम में जाने के लिए वहाँ पर हम लोग देखते हैं उसका 2रा वचन कि अपने सामने के गांव में जाओ और पहुँचते ही एक गधी बंधी हुई और उसके साथ बच्चे तुम्हें मिलेंगे, उसे खोलकर मेरे पास लेके आओ. നിങ്ങൾ എതിരുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ, അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയും അതിൻ്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും, അവയെ അഴിച്ച് കൊണ്ടുവരുവിൻ എന്ന് കർത്താവ് പറഞ്ഞു. लेकिन मैथ्यू क्या बोलते हैं? व्हाट मैथ्यू इज सेइंग, verses 4 verses 4 मलयालम में थोड़ा अलग है, मलयालത്തിൽ നിന്ന് അല്പം വ്യത്യാസമാണെന്ന് തോന്നുന്നു. 4-ാം വാക്യം हिंदी में 4th ऐसे लिखा है कि ये इसलिए हुआ कि जो भविष्यवक्ता के द्वारा कहा गया था वो पूरा हो. സിയോൻ പുത്രിയോട് ഇതാ നിന്റെ രാജാവ്. എന്നിട്ട് മലയാളത്തിൽ അത് എനിക്ക് തോന്നുന്നു താഴോട്ടാന്ന് തോന്നുന്നു. അത് പ്രവാചകൻ മുഖാന്തരം അരുളിച്ചതിന് നിവൃത്തി വരുവാൻ ഇത് സംഭവിച്ചു. അത് ഏത് വാക്യമാണ്? 5-ാമത്തെ വാക്യം. അതെ, മലയാളത്തിൽ 5-ാമത്തെ വാക്യമാണ്. പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതിന് നിവൃത്തിയാകേണ്ടത്. അപ്പം
ദൈവത്തിൻ്റെ വചനം നിവൃത്തിയാകേണ്ടതിന് പോലും കൂടെയാണ് യേശു കർത്താവ് യെരുശലേമിൽ വന്ന് ആ കഴുതക്കുട്ടിയെ അല്ലെങ്കിൽ ആ കഴുതയുടെ പുറത്ത് സഞ്ചരിക്കുന്നത് പോലും. ഇത് ശിഷ്യന്മാർ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർക്ക് ഇതൊന്നും അറിയത്തില്ല. जब यीशु मसीह के चेले ये सब कर रहे थे, उनको ये सब नहीं पता था, हो जीसस ने गधी के बच्चे को नहीं तो गधी को बुलाया तो उसका मतलब ये परमेश्वर के वचन ने बोला है उसका फुलफिलमेंट है. नो, दे डिडंट नो ऑल दिस थिंग्स. ഇറ്റ് വാസ് നോർമൽ ഫോർ ദം. അവർക്കൊരു നോർമൽ ഇതുപോലെ ആയിരുന്നു. പക്ഷേ യേശു ഇട്ടതിന് ശേഷമാണ് അവർക്ക് ഇതിങ്ങനെ യേശുവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു എന്ന് അവർക്ക് മനസ്സിലായത്. यीशु मसीह जी उठने के बाद उनको पता चला, अरे ये तो यीशु के बारे में ऐसा लिखा था प्रभु के वचन में करके. ജോൺ ചാപ്റ്റർ 12, യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 14 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങൾ നോക്കിക്കേ. ജോൺ ചാപ്റ്റർ 12, 14 till 16. हिंदी में जरा पढ़िए उसे. मलयालम में और हिंदी में जरा पढ़िए. जब यीशु को गधे का एक बच्चा मिला तो वह उस पर बैठ गया, जैसा लिखा है, हे सिय्योन की बेटी मत डर, देख तेरा राजा गधे के बच्चे पर चढ़ा हुआ चला आता है. उसके चेले ये बातें पहले न समझे थे, परंतु जब यीशु की महिमा प्रकट हुई तो उनको स्मरण आया कि ये बातें उसके विषय में लिखी हुई थी और लोगों ने उससे इसी प्रकार का व्यवहार किया था. तो देखो, चेलों को नहीं पता था. 16-ാമത്തെ വാക്യം മാത്രം ഒന്ന് വായിച്ചു മലയാളത്തിൽ. ഇത് അവന്റെ ശിഷ്യന്മാർ ആദിയിൽ ഗ്രഹിച്ചില്ല. യേശുവിന് തേജസ്കരണം വന്ന ശേഷം അവനെ കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നുവെന്ന് തങ്ങൾ അവന് ഇങ്ങനെ ചെയ്തു എന്നും അവർക്ക് ഓർമ്മ വന്നു. കണ്ടോ? അപ്പം ശിഷ്യന്മാർക്ക് ഇതിങ്ങനെ ചെയ്യുമ്പോൾ ആ സമയത്ത് അവർക്ക് അറിയത്തില്ല. പിന്നത്തേതിൽ യേശു മഹത്വത്തിൽ പ്രവേശിച്ചതിന് ശേഷമാണ് തിരുവെഴുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നവർക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഇത് പറയേണ്ട കാരണം യേശുവിൻ്റെ ജീവിതത്തിലെ സകല സംഭവങ്ങളും തിരുവഴുത്തുകളിൽ രേഖപ്പെടുത്തിയതാണ്. അല്ലാതെ ചുമ്മാതെ യേശു ഒരു കഴുതപ്പുറത്ത് കയറി പോവുകയല്ല. ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദ സ്ക്രിപ്ചേഴ്സ്. യേശു मसीह ऐसे कोई गधे के ऊपर बैठकर चला ही नहीं गया, बल्कि प्रभु के वचन के अनुसार यीशु मसीह गया. ദാറ്റ് ഇസ് വൺ റീസൺ. അതാണ് ഒന്നാമത്തെ കാരണം. സെക്കൻഡ് റീസൺ, കോൻ ആരാ ഹേ യെരുശലേം മേ, ആരാണ് സിയോന്റെ അടുക്കൽ വരുന്നത്? വേഴ്സസ് 5 മലയാളത്തിൽ 4-ാമത്തെ വാക്യമാണ്. മാത്യു ചാപ്റ്റർ 21 വേഴ്സസ് 4 मलयालम में है. हिंदी में वर्सेस 5 है. पढ़िए 5 वर्सेस पढ़िए. सिय्योन की बेटी से कहो, देख तेरा राजा तेरे पास आता है, वह नम्र है और गधे पर बैठा है, वरन लादू के बच्चे पर. देखे मलयाളത്തിൽ വായിച്ചിട്ടെ. സിയോൻ പുത്രിയോട്, ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്ത് വാഹനമൃഗത്തിന്റെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു എന്ന് പറവി. ഈ കോൺട്രഡിക്ഷൻ, ഇതൊരു കോൺട്രഡിക്ഷൻ അല്ലേ? രാജാവ് വരുന്നത് ആനപ്പുറത്തോ അല്ലെങ്കിൽ കുതിരപ്പുറത്തോ അല്ലേ? राजा जो है हाथी के ऊपर नहीं तो घोड़े के ऊपर आना चाहिए. ये कॉन्ट्रडिक्शन है. लेकिन सियोन का राजा आ रहा है गधे के ऊपर बैठकर, सवार होकर. Why did Jesus choose this animal? എന്തുകൊണ്ടാണ് ഈ മൃഗത്തെ കർത്താവ് ചൂസ് ചെയ്തത്? ആ ലാസ്റ്റ് ഭാഗം കണ്ടോ? ഉസ്ക ലാസ്റ്റ് देखिए, ഇറ്റ് ഈസ് കോൾഡ് എസ് എ ബീസ്റ്റ് ഓഫ് ബർഡൻ. ബീസ്റ്റ് ഓഫ് ബർഡൻ, लादू के बच्चे पर, वर्ण लादू के बच्चे पर मतलब ബേർഡൻ को रखकर. അതായത് കർത്താവ് ഈ ബേർഡൻ വെച്ച് കൊണ്ടുപോകുന്ന ഒരു മൃഗമല്ലാതെ വേറൊന്നിനും കൊള്ളാവുന്ന ഒരു മൃഗമല്ല. ഒരു രാജാവിൻ്റെ ആ മഹത്വത്തോടെ യെരുശലേമിലേക്ക് വരുമ്പോൾ ആൾക്കാർ പ്രതീക്ഷിക്കുന്നത്, ഹീ ഈസ് ഗോയിങ് ടു കം ഓൺ എ ഹോഴ്സ്, കുതിരപ്പുറത്ത് വന്ന് റോമാക്കാരെ എന്ത് ചെയ്യും, അങ്ങ് മാറ്റിയിട്ട് തൻ്റെ രാജ്യം സ്ഥാപിക്കും എന്നുള്ള ചിന്തയിലിരിക്കുമ്പോൾ യേശു മനഃപൂർവ്വം കഴുതയെ തിരഞ്ഞെടുത്തിട്ട് അവരെ പഠിപ്പിക്കാൻ പോകുന്ന പാഠം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പൊളിറ്റിക്കൽ രാജാവല്ല. അവരെ പഠിപ്പിക്കുകയാണ്, ഐ ആം എ ഹംബിൾ കിങ്. यीशु मसीह इन लोगों को सिखा रहे. ये लोग एक्सपेक्ट क्या कर रहे हैं? राजा होकर यरूशलेम में आने वाला यीशु मसीह बड़े घोड़े पर आकर यरूशलेम में आकर जो है रोम के लोगों को वो उलट पलट कर देगा. लेकिन यीशु मसीह ये गधे को चुनकर ये सिखाना शुरू किया,
नो आप लोग जिस तरह एक्सपेक्ट करते हैं वैसा राजा नहीं है मैं, बल्कि मैं आई एम ए हम्बल किंग, gentle king mounted on a donkey, not to come overthrow the Romans, but to give peace and rule the heart of the people. റോമാക്കാരെ മാറ്റി കളഞ്ഞ് ഒരു കലാപം സൃഷ്ടിക്കുകയല്ല എൻ്റെ പദ്ധതി. പക്ഷെ ഞാൻ വന്നത് എന്തിനാണ്? സമാധാനത്തിൻ്റെ ദൈവമാണ് ഞാൻ. സമാധാനത്തിൻ്റെ ദൈവവും താഴ്മയുള്ളവനും ഹൃദയത്തിൽ വാഴാനും പാപങ്ങളെ ക്ഷമിക്കാനുമാണ് ഞാൻ വന്നതെന്ന് യേശു ഈ കാര്യത്തിൽ കൂടെ പഠിപ്പിക്കുക. സ്തോത്രം. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടതാണ്. മാത്യു ചാപ്റ്റർ 11 വേഴ്സസ് 29 में देखा था, Take my yoke upon you and learn from me, for I am gentle and humble in heart. ഞാൻ സൗമ്യതയുള്ളവനാണ് എന്ന് കർത്താവ് 11:29 നമ്മൾ ഓൾറെഡി കണ്ടതാണ്. സ്തോത്രം. ആ കർത്താവ് യെരുശലേമിലേക്ക് കടന്നു വന്നത് ആസ് പെർ ദ വേർഡ് ഓഫ് ഗോഡ്, തിരുവചന പ്രകാരം എങ്ങനെ വന്നു? കഴുതപ്പുറത്ത് വന്നു. നോട്ട് ലൈക്ക് പീപ്പിൾ എക്സ്പെക്റ്റഡ്, ആൾക്കാർ എക്സ്പെക്റ്റ് ചെയ്തതുപോലെയല്ല. ത്രൂ ഔട്ട് മാത്യുവിൽ നമുക്കത് കാണാൻ കഴിയും. ആൾക്കാരിന് എക്സ്പെക്റ്റ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് കർത്താവ് യേശു ക്രിസ്തു, അല്ലേ? കർത്താവ് യേശു ക്രിസ്തുവിനെ വർഷിപ്പ് ചെയ്യാൻ വേണ്ടി കുറേ പേര് വന്നു, അല്ലേ? കുറേ പേര് വന്നു. അവർ വന്ന് ആദ്യം ചെന്നത് എവിടാ? ഒരു വീട്ടിലേക്കാണോ? അല്ല, അവർ ചെന്നത് യെഹൂദാവിൻ്റെ അടുത്തിലേക്കാണ്. എന്താ? യഹൂദൻ്റെ രാജാവ് ജനിക്കേണ്ടത് കൊട്ടാരത്തിലല്ലേ? അതുകൊണ്ട് അവർ കൊട്ടാരത്തിൽ ചെന്നു. അപ്പോഴാണ് മനസ്സിലായത് കൊട്ടാരത്തിലല്ല കുഞ്ഞ് ജനിച്ചിരിക്കുന്നത്, ഒരു തച്ചൻ്റെ വീട്ടിലാണ്. അവർ ചിന്തിച്ചതിൻ്റെ ഓപ്പോസിറ്റാണ്. मैथ्यू का सुसमाचार में शुरू से ये बात को हम लोग देख सकते हैं. लोग जिस तरह एक्सपेक्ट करते वैसा नहीं यीशु मसीह का काम. यीशु मसीह को वर्शिप करने के लिए कुछ विद्वान लोग आए थे, हाँ, लेकिन वो लोगों को देखे वो लोग किधर गया? सबसे पहले यहूदा के उस महल में गया राजा को ढूंढकर, यहूदा के राजा को, लेकिन वहाँ पर नहीं मिला. एक कारपेंटर के घर पर जाकर उसने उन लोग ने मिला. तो मतलब वो लोग एक्सपेक्ट करता हुआ जैसा नहीं यीशु मसीह. യേശു കർത്താവ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് പോലെയല്ല, അല്ലെങ്കിൽ വ്യക്തികൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പോലെയല്ല യേശു കർത്താവ് എന്ന് നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയും. ത്രൂ ഔട്ട് മാത്യു വി ക്യാൻ സീ ദ തീം. ഞാൻ അവിടേക്ക് പോകുന്നില്ല, നമുക്ക് സമയമില്ല. ഉസ്മേ मैं नहीं जाना चाहता हूँ क्योंकि अपने सामने टाइम नहीं है. So here we see people are expecting a political king to come. ആൾക്കാർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു പൊളിറ്റിക്കൽ രാജാവ് യെരുശലേമിൽ വന്ന് ഞങ്ങൾക്ക് സമാധാനം കൊണ്ടുവരും. ബട്ട് ടോട്ടലി ഓപ്പോസിറ്റ്. Totally opposite. A king who is humble came on a donkey. Okay. जब हम लोग आगे जाएंगे, जब यीशु मसीह को जब लोग स्वीकार कर रहे थे ड्यूरिंग दिस टाइम, ये पास ओवर का टाइम, ഇത് പെസഹ സമയമാണ്. നിയർലി മോർ ദാൻ ലാക്ക് ഓഫ് പീപ്പിൾ കം ഡ്യൂറിങ് ദിസ് ടൈം. ഒത്തിരി ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ സമയത്ത് പിൽഗ്രിംസ്, ഈ വർഷത്തിൽ 3 തവണ ഒരു യഹൂദന് യെരുശലേമിൽ ചെല്ലണം. साल में 3 बार यहूदी को यरूशलेम में जाना है. So during this time there are a lot of people has gathered in Jerusalem. ഒത്തിരി പേര് യെരുശലേമിൽ വന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവരെല്ലാവരും എന്തിനാ വന്നത്? ഇവരെല്ലാവരും കൂടെ ഓശാന പാടുന്നതിൻ്റെ കാരണം എന്താ? ഇവിടെ നമുക്ക് കാരണം കാണാൻ പറ്റത്തില്ല. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ 11-ാം അധ്യായത്തിൽ യേശു കർത്താവ് ലാസറിനെ ഉയർപ്പിച്ചതിന് ശേഷം അത് യഹൂദ സ്ഥലങ്ങളിലെല്ലാം വലിയ ന്യൂസായി. यहाँ पर हमको नहीं पता कि इतना क्राउड यीशु मसीह के पीछे आने का रीज़न क्या है करके, लेकिन जॉन गॉस्पल चैप्टर 11 और 12 पढ़ेंगे तो यीशु मसीह ने लासर को मरे हुए में से जी उठाने के बाद वहाँ पर बहुत सारे भीड़ यीशु मसीह के इस बातों को सुनकर यीशु मसीह के पीछे हो गए करके हम लोग देख सकते हैं. नो व्हेन यू कम टू चैप्टर 12 വേഴ്സസ് 17 जब हम लोग पढ़ेंगे, 12-ാം അധ്യായത്തിൻ്റെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12:17, ജോൺ ചാപ്റ്റർ 12 verses 17 में लिखा है, so the people who were with him when he called Lazarus out of the tomb and raised from the dead continued to testify about him. അപ്പോൾ ഇത്ര ജനക്കൂട്ടം യേശുവിൻ്റെ പിന്നാലെ വരാനുള്ള കാരണം അവരത്ഭുതം കണ്ടു. മരിച്ച ഒരാളെ ഉയർപ്പിച്ചത് കണ്ടിട്ട് അവർ എക്സ്പെക്റ്റ് ചെയ്യുകയാണ്, ദ മെസ്സയ ഹാസ് കം, ദ ലോർഡ് ഹാസ് കം, ദ കിങ് ഹാസ് കം, ദ പ്രോഫറ്റ് ഹാസ് കം. പ്രവാചകൻ വന്നിരിക്കുകയാണ്. ഏതാ? മോശ പറഞ്ഞ പ്രവാചകൻ, മെഷിയ രാജാവ് വന്നിരിക്കുകയാണ്.
കർത്താവ് വന്നിരിക്കുകയാണ്, മരിച്ച ഒരാളെ ഉയർപ്പിച്ചു, വളരെ എക്സ്പെക്റ്റേഷനും കൊണ്ട് ചെല്ലുകയാണ്. മനസ്സിലാക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു പ്രസംഗം പ്രസംഗിക്കുമ്പം നമുക്ക് വലിയ എക്സ്പെക്റ്റേഷൻസ് യഹൂദന്മാർക്ക് അന്നുണ്ടതുപോലെ ഇല്ല. അവരുടെ എക്സ്പെക്റ്റേഷൻസ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ റോമാക്കാരിൽ നിന്ന് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടും. उनका एक्सपेक्टेशंस क्या था? अभी हमको रोमियो से छुटकारा मिल जाएगा, वी विल हैव ए फ्रीडम, वी विल हैव ए फ्री नेशन, वी विल हैव അവർ ഓൺ നേഷൻ ഇൻ അവർ ഹാൻഡ്സ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ രാഷ്ട്രത്തെ മടക്കി കിട്ടും എന്നൊക്കെ വലിയ എക്സ്പെക്റ്റേഷൻ കൂടെ ചെല്ലുമ്പോൾ യേശു വരുന്ന ഏതിലാ? കഴുതയുടെ മേളിൽ. അവരുടെ ഭൗമികമായിരിക്കുന്ന എക്സ്പെക്റ്റേഷൻസിനെല്ലാം യേശു എന്ത് ചെയ്തു? മാറ്റിക്കളഞ്ഞിട്ട് നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല എന്ന് യേശു അവരെ പഠിപ്പിക്കുക. അപ്പോൾ ഈ രണ്ട് കാരണമാണ് യേശു ഈ കഴുതപ്പുറത്ത് വരാനുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. तो यहूदी लोग जो एक्सपेक्टेशंस के साथ यरूशलेम की ओर बढ़ रहा है, जीसस वहाँ पर जॉन में हम लोग देखेंगे, യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ വേഴ്സസ് ചാപ്റ്റർ 12 വേഴ്സസ് 14 जब भी देखेंगे तो वी कैन सी सीइंग द पीपल ही chose the young donkey करके हमें समझ में आता है. വ്യക്തികളെ, അവിടെ കടന്നുകൂടിയിരിക്കുന്ന വ്യക്തികളുടെ എൻത്യൂസിയാസം കണ്ടിട്ട് യേശു എന്ത് ചെയ്തു? ഒരു കഴുതെ, ഈ ചോസ് ദി യങ് ഡോങ്കി ആൻഡ് സാറ്റ് ഓൺ ഇറ്റ് ടു ഷോ ദ പീപ്പിൾ ദാറ്റ് ഐ ആം എ ഡിഫറെൻറ്റ് മെസ്സായ, ഞാൻ വ്യത്യസ്തനായിരിക്കുന്ന മെഷിയാണെന്ന് അവരെ കാണിക്കുവാൻ വേണ്ടി കർത്താവ് പറയുകയാണ്. ഓക്കെ, സോ ദാറ്റ് ഇസ് വാട്ട് വി അണ്ടർസ്റ്റാൻഡ്. നൗ കം ടു മാത്യു ചാപ്റ്റർ 21 12 till 22. മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായം 12 തൊട്ട് 22 വരെയുള്ള വാക്യങ്ങൾ. ഈ രണ്ട് ഇൻസിഡൻറ്റിനെ ഞാൻ കണക്ട് ചെയ്യാൻ പോവാണ്. ये दोनों इंसिडेंट को मैं कनेक्ट कर रहा हूँ. അപ്പോൾ യേശു ടെമ്പിളിൽ വന്നു, യേശു മസീഹ് ടെമ്പിൾ മേ ആയ. അപ്പം നമ്മളിപ്പം യേശു ടെമ്പിളിൽ വന്നു, ഓക്കെ, നല്ല കാര്യം. പക്ഷേ തിരുവചനവും ഇത് പറയുന്നുണ്ട്, യേശു പെട്ടെന്ന്, അല്ലെങ്കിൽ മെഷിയ പെട്ടെന്ന് തൻ്റെ ആലയത്തിൽ വരുമെന്ന്. हम लोग इधर पढ़ते हैं कि यीशु मसीह टेम्पल में आया कर देखो 21 का 12 में क्या लिखा? 21 अध्याय 15 वाक्यम, यीशु ने परमेश्वर के मंदिर में जाकर, യേശു ദൈവാലയത്തിൽ ചെന്നു. മലാക്കി പ്രവാചകന്റെ പുസ്തകം 3 അധ്യായം അതിൻ്റെ 1 വാക്യം ഒന്ന് നോക്കട്ടെ. മലാക്കി ചാപ്റ്റർ 3 വേഴ്സസ് 1 जरा देखिए. 3:1. देखो, मैं अपने दूत को भेजता हूँ और वह मार्ग को मेरे आगे सुधारेगा, और प्रभु जिसे तुम ढूंढते हो वह अचानक अपने मंदिर में आ जाएगा. हाँ, वो अचानक जो तुम ढूंढते हो वो अचानक अपने मंदिर में आ जाएगा. എനിക്ക് മുൻപായി വഴി നിർത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തൻ്റെ മന്ദിരത്തിലേക്ക് വരും. കണ്ടോ? അപ്പം മലാക്കി പ്രവാചകൻ പുസ്തകത്തിൽ വർഷങ്ങൾക്ക് മുൻപേ കർത്താവ് ഇങ്ങനെ പെട്ടെന്ന് വരുമെന്ന് പ്രവചിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതെല്ലാം ഫുൾഫിൽമെൻ്റാണ്, പ്രവചനവാക്യങ്ങളുണ്ട്, ഫുൾഫിൽമെൻ്റാണ്. देखो, मलाकी ने सालों साल पहले मसीहा ऐसा आएगा मंदिर में करके लिखा है. तो इसलिए मैंने कहा जीसस का हर एक एक्शन, हर एक वर्क, हर एक वर्ड, इट इज द फुलफिलमेंट ऑफ गॉड्स वर्ड. परमेश्वर का वचन का फुलफिलमेंट है. ओके, ठीक है. तो मंदिर में आकर क्या हुआ? മന്ദിരത്തിൽ വന്ന് എന്താണ് കർത്താവ് അവിടെ ചെയ്തത്? പൊതുവെ നമ്മൾ പറയാറുള്ളത് ആലയത്തെ ശുദ്ധീകരിച്ചെന്നാണ്. പക്ഷേ അത് ഒരു റോങ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അതിന് കാരണം ഞാൻ പറയാം. साधारण हम लोग जो है इसको क्लेंसिंग ऑफ द टेम्पल करके बोलते हैं, मंदिर को साफ किया करके. നമുക്ക് ഇത് എവിടെ നിന്ന് കിട്ടി? हमको किधर से मिला? हम लोग का पैसेज के ऊपर एक हेडलाइन है. देखे, നമ്മുടെ പാസേജിന്റെ മേളിൽ ഒരു ഹെഡ്ലൈൻ ഉണ്ടോ? മലയാളത്തിലുണ്ടോ? എന്തോ എഴുതിയിരിക്കുന്നത് മലയാളത്തിൽ? വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും എല്ലാം പുറത്താക്കി, പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചു കളഞ്ഞു. ഹെഡ്ലൈൻ മലയാളത്തിൽ ഹെഡ്ലൈൻ ഇല്ല? ഇല്ല. ഓക്കെ, ഹിന്ദിയിൽ, ഇംഗ്ലീഷിൽ ഹെഡ്ലൈൻ ഉണ്ട്. ഇംഗ്ലീഷ് में हेडलाइन है क्या मालूम है? ക്ലെൻസിങ് ദ ടെമ്പിൾ, ആലയത്തെ ശുദ്ധീകരിച്ചു. ഇങ്ങനെ ഒരു ഹെഡ്ലൈൻ കൊടുത്തിട്ടുണ്ട്. ഹിന്ദി में दिया है क्या? मंदिर से व्यापारियों का निकाला जाना.
मंदिर में से व्यापारियों को निकाला जाना। तो क्लेंसिंग ऑफ द टेम्पल ഹെഡ്ലൈൻ में दिया, इसके लिए वी थिंक യേശു മസീനെ ടെമ്പിൾ को ക്ലെൻസ് किया, ആലയത്തെ ശുദ്ധീകരിച്ചു എന്ന് മേളിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് ഇംഗ്ലീഷിൽ പലരും ധരിക്കുന്നത് യേശു കർത്താവ് ആലയത്തെ ശുദ്ധീകരിച്ചെന്ന്. ആലയത്തെ ശുദ്ധീകരിച്ചില്ല. കാരണം ഇത് ആലയത്തിൻ്റെ അകത്തല്ല നടക്കുന്നത്. ഇത് ആലയത്തിനോട് ചേർന്ന് ജാതികൾ വന്നിരിക്കുന്ന കോർട്ടിലാണ് ഇത് നടക്കുന്നത്. അല്ലാതെ ഈ ഈ ഓൾട്ടർ, ഈ മൃഗങ്ങളെ യാഗം നടത്തുന്നത് സ്ഥലമോ അതിവിശുദ്ധ സ്ഥലമോ വിശുദ്ധ സ്ഥലത്തൊന്നും അല്ല കേട്ടോ. ये होली प्लेस में, मोस्ट होली प्लेस में या ऑल्टर के सामने नहीं यीशु मसीह, बल्कि ये मंदिर के अंदर दूसरा एक पार्ट है कॉल्ड एस जेंटाइल कोर्ट, जातियों का कोर्ट है, ജാതികളുടെ കോർട്ടുണ്ട്. ആ കോർട്ടിൽ ജാതികൾ വന്നിരിക്കും പ്രാർത്ഥിക്കാൻ വേണ്ടി. जाति लोग आकर वहां पर प्रार्थना करने के लिए आते, गैर कौम लोग आकर, अन्य जाति लोग आकर प्रार्थना करने के लिए आता है. तो यीशु मसीह जेंटाइल के कोर्ट में जब भी आया तो देखो तो जेंटाइल के कोर्ट में बिजनेस चल रहा है. ജാതികളുടെ കോർട്ടിൽ എന്ത് നടക്കുകയാണ്? ഭയങ്കര ബിസിനസ് നടക്കുക, ഭയങ്കര ശബ്ദം, ബോത് ബഡ ആവാജ്, പൈസയുടെ ശബ്ദം, മൃഗങ്ങളുടെ ശബ്ദം, ആൾക്കാരുടെ ശബ്ദം, ഭയങ്കര ശബ്ദം. तो प्रार्थना करने का जगह पर अभी यहाँ पर प्रॉफिट का बिजनेस चल रहा है. പ്രാർത്ഥന നടക്കേണ്ട സ്ഥാനത്ത് അതാരാ? യഹൂദന്മാരല്ല, ജാതികൾ. യഹോവയായ ദൈവത്തെ ആകർഷിച്ച് കടന്നു വന്നവർക്ക് ഇപ്പോൾ ആലയത്തിൽ വന്നപ്പോൾ എന്തോ നടക്കുന്ന അറിയാമോ? ഭയങ്കര ബിസിനസ്സാണ്. जाति लोग जब भी चर्च के अंदर आए, नहीं सॉरी टेम्पल के अंदर आया, कोर्ट में जब भी आया तो वो लोग देख रहा है तो यहाँ पर क्या हो रहा है? यहाँ पर प्रार्थना नहीं हो रहा है, बल्कि यहाँ पर क्या हो रहा है? बिजनेस हो रहा है. जानवर का आवाज, लोगों का आवाज, यू नो इट इज कंप्लीटली डिस्टर्ब. वो पूरा एरिया डिस्टर्ब्ड है. അപ്പോൾ യേശു പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ, ഭയങ്കര സൗണ്ട് ആണല്ലോ എന്നോർത്തല്ല ഇവരെ പുറത്താക്കുന്നത്. അത് മനസ്സിലാക്കണം. यीशु मसीह ने ये बोलकर नहीं बाहर किया इनको, अरे प्रार्थना करने के लिए नहीं हो रहा, बहुत आवाज है, इसके लिए आवाज कम करो. नो, अगेन दिस इज अ प्रोफेटिकल फुलफिलमेंट. വീണ്ടും ഇത് പ്രാവചിക നിവൃത്തിയാണ്. ये परमेश्वर का वचन में बोला हुआ बात का एक फुलफिलमेंट है करके हम लोग देख सकते हैं. जर्मिया की किताब चैप्टर 7, यिर्मयाह प्रवाचन पुस्तक 7 अध्याय उसका 11 वचन से जब हम लोग पढ़ेंगे तब यही सेम इंसिडेंट जर्मिया के टाइम पर भी हुआ था करके हम लोग देख सकते हैं. पढ़िए 11 और 12 पढ़िए, 11-12 वाक्य. क्या यह भवन जो मेरा कहलाता है तुम्हारी दृष्टि में डाकुओं की गुफा हो गया है? मैंने स्वयं यह देखा है, यहोवा की यह वाणी है. हाँ, मैंने स्वयं ये देखा है और यहोवा की वाणी है. മലയാളത്തിൽ നിങ്ങൾ വായിച്ചോണ്ട്, ബിഹോൾഡ് ഐ, ഈവൻ ഐ ഹാവ് സീൻ ഇറ്റ്, ഇറ്റ് ഹാസ് ബിക്കം എ ഡെൻ ഓഫ് റോബേഴ്സ്. എന്താ അതിൻ്റെ അർത്ഥം? കള്ളന്മാരുടെ ഗുഹേൻ്റെ അർത്ഥം എന്താ? ഈ കള്ളന്മാർ മോഷ്ടിച്ചതിന് ശേഷം ഇവർ ഈ ഗുഹകളിൽ പോയി ഇങ്ങനെ ഒളിച്ചിരിക്കും. എന്തിനാണെന്നറിയാമോ? പിടികിട്ടാതിരിക്കാൻ. അപ്പോൾ ഇത് ദൈവ ആലയത്തെ ഇവർ കള്ളന്മാരുടെ ഗുഹയാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സംഭവങ്ങളും ചെയ്തിട്ട് ആത്മീയതയുടെ മറവിൽ, ആത്മീയതയുടെ പുതപ്പിട്ടിട്ട് രക്ഷപ്പെടുമെന്ന് ചിന്തിക്കുന്ന യെരമ്യാവിൻ്റെ കാലഘട്ടത്തിൽ യെരമ്യാ പ്രവാചകനിൽ കൂടെ ദൈവം പറയുകയാണ്, അത് ഞാൻ കാണുന്നുണ്ട്. ആത്മീയതയുടെ പുതപ്പിട്ട് നീ രക്ഷപ്പെടാമെന്ന് ചിന്തിക്കണ്ട. देखिए, चोरों का अड्डे का मतलब क्या है? चोर चोरी करके जो है वो लोग अड्डे में जाकर छुप जाता है. क्यों? कोई उनको पकड़ के नहीं लेके जाए, कोई उनको लेके नहीं जाए. इसके लिए तो परमेश्वर यहां पर कहता है कि अभी तुमने मंदिर को चोरों का अड्डा बना दिया. यू हैव मेड टेम्पल एज दी रॉबर्ट्स डेन. मतलब पूरा चोरी करके, पूरा जिंदगी कैसा भी जी के स्पिरिचुअलिटी को एक चादर के जैसा यूज कर कर उसमें छुपने के लिए देखते हैं, ये सोचकर कि तुम बच जाओगे. ജെറമ്യാ के टाइम पे बोल रहे, परमेश्वर बोलते नहीं बचोगे, मैंने देखा है. കർത്താവ് പറയുകയാണ്, നിങ്ങൾ രക്ഷപ്പെടത്തില്ല.
ഞാൻ എൻ്റെ കണ്ണ് കണ്ടു, ഞാൻ അതിനെ ജഡ്ജ് ചെയ്യും, मैं उसको जज करूंगा कर कर जरमिया के टाइम पे बोला था. अब देखो the Lord has come to the temple. കർത്താവ് ആലയത്തിൽ വന്നിരിക്കുകയാണ്. ആൻഡ് he has seen it. കർത്താവ് അത് കണ്ടു. സോ ജീസസ് ഈസ് പ്രൊനൗൺസിങ് ജഡ്ജ്മെന്റ്. കർത്താവ് ഈ ആലയത്തെ എന്ത് ചെയ്യാണ്? ജഡ്ജ്മെന്റ് ചെയ്യുകയാണ്. നോക്കിക്കേ, मंदिर में आ रहा है लोग, लेकिन छुटकारा किधर से मिल रहा है, हीलिंग किधर से मिल रहा है? വേഴ്സസ് 14, 14-ാമത്തെ വാക്യം നോക്കിക്കേ. ആൾക്കാർ ആലയത്തിലാണ് വരുന്നെങ്കിലും സൗഖ്യം ആരാ കൊടുക്കുന്നത്? 14-ാമത്തെ വാക്യം നോക്കിക്കേ. 14-ാമത്തെ വാക്യം, और अंधे और लंगड़े मंदिर में उसके पास लाए और उसने उन्हें चंगा किया. കുരുടന്മാരും മുടന്തരും ദൈവാലയത്തിൽ അവൻ്റെ അടുക്കൽ വന്നു. ദൈവാലയമുണ്ട്, പക്ഷേ മുടന്തരെയും പിന്നെ ഈ കുരുടന്മാരെ ഒന്ന് സൗഖ്യമാക്കാൻ ഇപ്പൊ ദൈവാലയത്തിന് എന്തില്ല? ശക്തിയില്ല. പേരുണ്ട്, ശക്തിയില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ദൈവാലയത്തെക്കാൾ വലിയവൻ അവിടെ നിൽക്കുക. ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് ദൈവാലയം എന്തിനായിരുന്നോ ദൈവം ഉദ്ദേശിച്ചത് അത് ഇപ്പോൾ യൂസ്ലെസ് ആയി. അതിവിടെ ഇപ്പോൾ ബിസിനസ് നടക്കുക. അവിടെ ഇപ്പോൾ പ്രോഫിറ്റാണ് വലുത്, സക്സസ് ആണ് വലുത്. അവിടെ ഇപ്പം ദൈവവചനമല്ല, അവിടെ പ്രാർത്ഥനയല്ല വലുത്, അവിടെ വേറെ ബിസിനസ്സുകളാണ്. ദൈവാലയം എവിടെ ഫലം കൊടുക്കാതിരുന്നപ്പോൾ ആ ഫലം കൊടുക്കാതിരുന്ന ദൈവാലയത്തെ ശപിച്ചു, അല്ലെങ്കിൽ ഒറ്റ വാക്കി പറഞ്ഞ ന്യായം നടത്തി. അതാണ് അടുത്ത ഉപമ പറയുന്നത്. അത്തിവൃക്ഷത്തെ ശപിച്ചു. എന്തുകൊണ്ട്? ഫലമില്ലാതിരിക്കുന്ന അത്തിവൃക്ഷം. അതെന്തുവാ കാണിക്കുന്നത്? ഈ ദൈവാലയത്തെയാണ്, ഫലം കൊടുക്കാതിരിക്കുന്ന അത്തിവൃക്ഷം. देखिए परमेश्वर ने 14 में हमने क्या देखा? मंदिर वहां पर खड़ा है. मंदिर किस लिए बनाया था परमेश्वर ने? ताकि लोग आए, चंगाई पाए, प्रार्थना करें, राइट? लेकिन अभी लोग मंदिर में आकर चंगाई नहीं मिल रहा है. लोग मंदिर में आकर परमेश्वर के साथ कोई कनेक्ट नहीं हो रहा है, बल्कि क्या हो रहा है? उधर बिजनेस चल रहा है, उधर प्रॉफिट चल रहा है, उधर और के साथ रिप्लेस कर दिया. नाम टेम्पल है लेकिन काम दूसरा कुछ चल रहा है. लेकिन उसी मंदिर में मंदिर से भी बड़ा यीशु मसीह वहां पर खड़ा है. यीशु के पास आए तो क्या मिला? जो मंदिर देना था वो यीशु मसीह ने उनको दिया. चंगाई दिया, छुटकारा दिया, परमेश्वर के साथ कर रफाकत में वो लोग आए. मतलब ये मंदिर एक टाइम तक यूजफुल था, लेकिन अभी क्या हुआ है? यूजलेस हुआ है. कोई काम का नहीं. फ्रूटफुल था एक टाइम तक, अभी फ्रूटलेसनेस हुआ है. तब परमेश्वर ने, नेक्स्ट हम लोग क्या देखते हैं? 18 वर्ष से हम लोग क्या देखते हैं? जैतून के पेड़ को परमेश्वर कर्स करता है ताकि उसमें से कोई फल नहीं आए. ആ അത്തിവൃക്ഷത്തെ 18-ാം വാക്യം ഉള്ളൂ. ഒത്തിരി ഇലയുണ്ട് കാണാൻ. ദൂരെ നോക്കിക്കഴിഞ്ഞാൽ ഫലമുണ്ടെന്ന് തോന്നും, പക്ഷെ അടുത്ത് ചെന്നപ്പോൾ ഒരു ഫലമില്ലാത്ത അത്തിവൃക്ഷം പോലെയാണ് ഇപ്പോൾ ഈ ആലയം. दूर से देखेगा तो बहुत पत्ता है जैतून के झाड़ में. क्यों मैथ्यू ये कनेक्ट कर रहा है? टेम्पल और फिग ट्री को क्यों कनेक्ट कर रहा है? दूर से देखेगा तो प्रॉमिसिंग लगता है, दूर से देखेगा तो ऐसा लगता है बहुत फ्रूट है करके, लेकिन पास जाके देखा तो क्या है? एक भी फ्रूट नहीं है, एक भी फ्रूट नहीं है. फ्रूटलेसनेस, नो फ्रूट एट ऑल. परमेश्वर का जजमेंट आया. माय ब्रदर्स एंड सिस्टर्स, ഇത് ആലയത്തെക്കുറിച്ച് ആണെങ്കിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ബാധകമാണ്. കർത്താവ് ഇന്ന് നമ്മുടെ ജീവിതത്തെ ആലയത്തിൽ അന്ന് വന്ന് നോക്കിയതുപോലെ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ വന്ന് നോക്കുമ്പോൾ നിറഞ്ഞ് പച്ച ഇലകളാണോ അതോ അതിൽ ഫലം കാണുമോ എന്ന് ഇന്ന് രാത്രികാലം നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. अगर आज यीशु मसीह हमारे जीवन में आएंगे तो, ये तो मैं टेम्पल के बारे में, लेकिन इसको मैं पर्सनल एक एप्लीकेशन देना चाहता हूँ. अगर यीशु मसीह उस दिन टेम्पल में जैसा आया, हमारे जीवन में आज यीशु आएंगे तो हरा भरा पत्ता से भरा हुआ एक दरख्त दिखेगा या उसमें फल वाला दरख्त दिखेंगे. Is our life fruitful to the Lord? Is it barren? അത് ബാരനായി കിടക്കുന്ന ഒരു ജീവിതമാണോ? ലേക്കിൻ ടെമ്പിൾ യാ पर देखे इट इज barren. देखो, കർത്താവ്
ഈ അത്ഭുതങ്ങളൊക്കെ ചെയ്ത് വേഴ്സസ് 14 and 15 ചെറുതൊക്കെ 14-15 വാക്യം ഒന്ന് മലയാളത്തിലും ഹിന്ദിയിലും ഒന്ന് വായിച്ചട്ടെ. മലയാളം और हिंदी में पढ़ी 14 and 15. तब अंधे और लंगड़े मंदिर में उसके पास आए और उसने उन्हें चंगा किया। परंतु जब प्रधान याजकों और शास्त्रियों ने इन अद्भुत कामों को जो उसने किए और लड़कों को मंदिर में दाऊद के संतान को होशाना पुकारते हुए देखा, तो वे क्रोधित हुए और आगे उससे कहने लगे, क्या तू सुनता है कि ये क्या कहते हैं? देखा यीशु आपने, ने उनसे कहा, जब भी बच्चे लोगों ने होसाना होसाना गाया तो इनको अच्छा नहीं लगा, लेकिन मंदिर के अंदर बिजनेस चल रहा है, इनको कोई प्रॉब्लम नहीं है. കണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? യേശു കർത്താവിനെ നോക്കി കുഞ്ഞുങ്ങൾ ഓശാന ഓശാന പാടിയപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല പരീക്ഷന്മാർക്ക്. പക്ഷേ നല്ല സൂപ്പർ ബിസിനസ് കിടക്കുക ആലയത്തിൽ, അവർക്ക് ഒരു വിഷയമില്ല. ഇതല്ല ഇന്നത്തെ പ്രശ്നം. നമുക്ക് ചെറിയ കാര്യത്തിൽ ഭയങ്കര വാശിയും ഭയങ്കര ദേഷ്യവും ഭയങ്കര ആത്മീകമായിരിക്കുന്ന വിശുദ്ധ കോപമൊക്കെ വരും. പക്ഷെ അതിനേക്കാൾ വലിയ സംഭവങ്ങൾ നടക്കുക, അതിൽ നമുക്ക് വലിയ ഇതൊന്നുമില്ല. ഇവിടെ കുഞ്ഞുങ്ങൾ ഓശാന പാടുമ്പോൾ അവർക്ക് അങ്ങ് ക്രോധം. जब भी बच्चे ओशाना गा रहे हैं, यीशु मसीह को ओशाना गा रहे हैं, उनको अच्छा नहीं लग रहा है. मंदिर के अंदर बिजनेस हो रहा है, they don't care. See the problem of fruitlessness. ഫലമില്ലാതിരിക്കുന്ന ജീവിതത്തിൻ്റെ ഒരു ലക്ഷണമാണത്. ദൈവഹിതം മനസ്സിലാകുന്നില്ല, ദൈവത്തിൻ്റെ വഴി മനസ്സിലാകുന്നില്ല, ദൈവത്തിൻ്റെ വചനം മനസ്സിലാകുന്നില്ല, ഇത് അകത്തോട്ട് ചെല്ലുന്നില്ല. ചെറിയ കാര്യത്തെ മേജറാക്കി, മേജർ കാര്യത്തെ മൈനറാക്കി. ഇതെല്ലാം ഫലമില്ലാത്തതിൻ്റെ ലക്ഷണങ്ങളാണ് പ്രിയരെ. യേശു ഇല്ലാത്തതിൻ്റെ ലക്ഷണങ്ങളായത്. യേശു जीवन में नहीं है तो ऐसे सब होएगा. छोटा बात को माइनर बात को मेजर करेंगे और मेजर बात को माइनर हो जाएगा. ഞാൻ മെയിൻതിമി പോലുங்க ഞാൻ കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പേ ഞാൻ ചർച്ച എന്ന് പറഞ്ഞത് നമ്മളൊക്കെ ഉൾപ്പെട്ട് നിൽക്കുന്ന ഒരു ഡിനോമിനേഷനാണ്. അവരുടെ വലിയ ജനറൽ കൺവെൻഷന് ഒരാളെ പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചു. പുള്ളി അവിടെ വന്നിട്ട് രാവിലെയും വൈകിട്ടും പ്രസംഗിച്ച് എന്താണെന്നറിയാമോ? യേശുവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കോടീശ്വരനാകുമെന്ന്. യേശുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾ കോടീശ്വരനാകുമെന്ന്. നമ്മുടെ ഒരു ഡിനോമിനേഷനാണ്. പുള്ളി അവിടെ പ്രസംഗിച്ചു, രാവിലെയും വൈകിട്ടും അവിടെ പ്രസംഗിച്ചു. നിങ്ങൾ ദരിദ്രരിൽ നിന്ന് മിഡിൽ ക്ലാസ്സിലേക്ക്, മിഡിൽ ക്ലാസ്സിൽ നിന്ന് പിന്നെ റിച്ചിലേക്ക്, റിച്ചിൽ നിന്ന് കോടീശ്വരനിലേക്ക് ഇങ്ങനെ കയറി 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 കയറിപ്പോവും വിശ്വസിച്ചാൽ. അപ്പം സ്വാഭാവികമായിട്ട് ഇത് കേട്ട് കഴിഞ്ഞിട്ട് അടുത്ത പ്രസംഗത്തിൽ എന്തായിരിക്കണം പറയേണ്ടത്? അതങ്ങനല്ല. ദൈവജനത്തോട് പറയണ്ടേ അങ്ങനല്ല, ഇതാണ് ദൈവജനം പഠിപ്പിക്കുന്നത് പറയണ്ടേ. അടുത്തോട്ട് എന്ത് പറഞ്ഞെന്നറിയാമോ? ടൈത്തിനെ കുറിച്ച്. നമ്മളെല്ലാവരും ടൈത്ത് കൊടുക്കണം. ടൈത്ത് കൊടുക്കുന്നത് ടാക്സ് കൊടുക്കുന്നത് പോലെയാണ്. എങ്ങനെയുണ്ട്? അപ്പോൾ ഇന്നലെ പുള്ളി പ്രസംഗിച്ചത് നമുക്ക് വലിയ മേജറല്ല, നമുക്ക് വലിയ പ്രശ്നമില്ല. അപ്പം മൈനർ ആയിരിക്കുന്ന കാര്യത്തെ നമ്മൾ മേജറാക്കി, മേജർ ഇന്നലെ പുള്ളി പറഞ്ഞ് വിഷം കുത്തിപ്പോയത് അത് നമുക്ക് മൈൻഡില്ല. ഇതാണ് ഇന്നത്തെ ഏറ്റവും ദുർഘട അവസ്ഥ. आज का सबसे बड़ा दुर्घटना यही है. हमारे डिनोमिनेशन में एक बड़ा जनरल कन्वेंशन हुआ, एक साल की बात के मैं बात कर रहा हूँ. वहाँ पर एक प्रचारक है, बहुत फेमस प्रचारक है. उन्होंने बोला परमेश्वर का मर्जी है कि हम लोग सब लोग मिलियनियर हो जाए. हम लोग गरीबी से मिडिल क्लास में, मिडिल क्लास से अमीर, अमीर से मिलियनियर होना है. ये परमेश्वर की मर्जी है. उसके लिए आपको फेथ चाहिए करके ये बोल के वो चले गया. सुबह और शाम को यही प्रचार किया. दूसरा दिन सच में क्या प्रचार करना चाहिए था? कल जो प्रचार किया उसको करेक्ट करके प्रचार करना चाहिए था ना, लेकिन नहीं किया. दूसरा दिन क्या प्रचार, दूसरे ने क्या प्रचार किया? मन में टाइथ के बारे में. टाइथ देना चाहिए. टाइथ जो आप दे रहे हो वो टैक्स देता जैसा है. देखिए मतलब जो मेजर बात उसने जो कल बोला था उसको करेक्ट करने के बदले हमने माइनर बात को लेकर लोगों को सिखाना शुरू किया. यही पर ये भी इधर भी यही हो रहा है. ഇവിടെ ഇത് തന്നെ സംഭവിക്കുന്നത്. മെഷിയായെ നോക്കി ഓശാന പാടുക, അയ്യോ നിങ്ങളും കൂടെ ചേർന്ന് പാടോശാന, അല്ലല്ല, അതവർക്ക് ക്രോധമാണ്. ആലയത്തിൽ നടക്കുന്ന ബിസിനസ് അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല, അതൊക്കെ ബിസിനസ്സൊക്കെ നടക്കട്ടെ. സ്തോത്രം. ഇതാണ് ഫലമില്ലാതിരിക്കുന്ന ജീവിതത്തിൻ്റെ ലക്ഷണം. ദൈവഹിതം അറിയുന്നില്ല, ദൈവത്തിൻ്റെ ഇഷ്ടമറിയാതെ
ആയിരിക്കുന്ന ജീവിതം. परमेश्वर के मर्जी को नहीं जानता है, परमेश्वर सामने खड़ा है, नहीं दिखता है. ഫ്രൂട്ട്ലെസ്നെസ്, ഫലമില്ലാതിരിക്കുന്ന ജീവിതം. ഓക്കെ, 23 से लेके 27 तक, 23 തൊട്ട് 27 വരെ ഉള്ള വാക്യങ്ങൾ जीसस की अथॉरिटी को चैलेंज करता हुआ हम लोग देख सकते हैं. യേശു കർത്താവിന്റെ അതോറിറ്റിയെ ചാലഞ്ച് ചെയ്യുകയാണ്. 23 वचन जरा पढ़िए मलयालम में और हिंदी में जरा पढ़िए. वह मंदिर में जाकर उपदेश कर रहा था तो प्रधान याजकों और लोगों के पुरनियों ने उसके पास आकर पूछा, तू ये काम किसके अधिकार से करता है और तुझे ये अधिकार किसने दिया है? यीशु ने उनको उत्तर बस दिया, बस मलयालम में पढ़ी. അവൻ ദേവാലയത്തിൽ ചെന്ന് ഉപദേശിക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും അവന്റെ അടുക്കൽ വന്നു. നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു? ഈ അധികാരം നിനക്ക് തന്നത് ആരെന്ന് ചോദിച്ചു. देखिए, तो നീ എന്ത് അധികാരത്തിൽ ഇത് ചെയ്യുന്നു? ഏത് ചെയ്യുന്നു? ആലയത്തെ ജഡ്ജ് ചെയ്യുന്നു, പിന്നെ സൗഖ്യമാക്കുന്നു. ഇതൊക്കെ എന്ത് അധികാരം? ഹു ഗേവ് ഇസ് അതോറിटी? मंदिर में आकर जजमेंट कर रहा है, वहां पर चंगाई कर रहा है, लोग ओशाना गा रहे हैं. हु गेव दिस अथॉरिटी? किसने अधिकार दिया? तो യേശു ने उनको एक सवाल पूछा. യേശു ഒരു ചോദ്യം ചോദിച്ചു, അവർ ഉത്തരം മുട്ടിപ്പോയി, അവർക്ക് മറുപടിയില്ല. യേശു ने एक सवाल पूछा, उसका जवाब उनके हाथ में नहीं है. क्या है? उसका 24 में 24वां वाक्य. तो यीशु ने उनसे उत्तर दिया कि मैं भी तुमसे एक बात पूछता हूं, यदि वो मुझे बताओगे तो मैं भी बताऊंगा कि वो किस अधिकार से मैं करता हूं. 25. यूहन्ना का बपतिस्मा कहां से था? स्वर्ग की ओर से या मनुष्य की ओर से था? യോഹന്നാന്റെ സ്നാനം സ്വർഗത്തിൽ നിന്നോ അതോ മനുഷ്യരിൽ നിന്നോ? അപ്പൊ तो उन लोग ने क्या किया? അവർ തമ്മിൽ ആലോചിച്ചു. അപ്പോൾ ഉടനെ ഒരു കമ്മിറ്റി മീറ്റിംഗ് കൂടി. ഒരുമിച്ച് അവർ കൂടിയിട്ട് ചോദിച്ചു, ഇതൊരു പ്രശ്നമുള്ള ചോദ്യമാണ്. उन्होंने एक छोटा कमेटी मीटिंग लगाकर पूछा, ये तो एक सवाल तो बहुत डेंजर सवाल है, क्योंकि अगर स्वर्ग से बोलेगा तो സ്വർഗത്തിൽ നിന്നാന്ന് പറഞ്ഞാൽ, അപ്പോൾ യേശു അടുത്ത് ചോദിക്കുന്നത് അറിയാം, എന്നാൽ പിന്നെ എന്തിനാ യോഹന്നാനിൽ നിങ്ങൾ വിശ്വസിക്കാഞ്ഞേ? യോഹന്നാനിൽ വിശ്വസിച്ചാൽ ഇവർക്ക് ആരിൽ വിശ്വസിക്കേണ്ടി വരും? യേശുവിൽ വിശ്വസിക്കേണ്ടി വരും. കാരണം യോഹന്നാൻ യേശുവിനെ ചൂണ്ടിക്കാണിച്ച്. ഇവർക്കറിയാം, തന്ത്രപരമായി മറുപടി പറഞ്ഞില്ല. यीशु ने क्या सवाल पूछा? यूहन्ना का बपतिस्मा कहां से, स्वर्ग से या इंसान से? अगर ये लोग बोले स्वर्ग से बोलेंगे तो यीशु क्या पूछेगा मालूम है अगला? तो यूहन्ना पर क्यों नहीं विश्वास किया? अगर यूहन्ना पर विश्वास करेंगे तो ऑटोमेटिकली किस पर विश्वास करना पड़ेगा? यीशु पर, क्योंकि यूहन्ना तो यीशु के बारे में बता रहा था. तो यीशु का अथॉरिटी एक्सेप्ट करना पड़ेगा. इसके लिए वो लोग चुप हो गए. യേശുവിന്റെ അതോറിറ്റി അവർക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ട വരുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർ മൗനമായിരുന്നു. മനുഷ്യരിൽ എന്ന് പറഞ്ഞാലോ ആൾക്കാർ വെറുതെ വിടുവോ? കാരണം ആൾക്കാരെല്ലാം വിശ്വസിച്ചിരിക്കുന്നത് ദൈവത്തിൽ നിന്ന് കിട്ടിയതാണ്. अगर इंसान से मिला करके बोलेंगे तो लोग ऐसे छोड़ेंगे कि उनको? नहीं, क्योंकि सारे इंसान विश्वास करते हैं कि यूहन्ना को अधिकार परमेश्वर ने स्वर्ग से दिया है. सो माय डियर ब्रदर्स एंड सिस्टर्स, हु गेव द अथॉरिटी टू जीसस? किसने अधिकार दिया है यीशु मसीह को करने का? इज इट फ्रॉम हेवन और फ्रॉम मैन? व्हाट इज द आंसर? आंसर इज देयर ओनली. आंसर അവിടെ തന്നെ ഉണ്ട്. സ്വർഗത്തിൽ നിന്നാണ് അധികാരം. स्वर्ग से अधिकार है. स्वर्ग से अधिकार. സ്തോത്രം. സ്വർഗത്തിൽ നിന്ന് അധികാരം കിട്ടിയാൽ ഈ ഭൂമിയിലെ ഒരു അധികാരത്തിനും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. स्वर्ग से अगर अधिकार मिला तो दुनिया में कोई भी शक्ति कुछ भी नहीं कर सकता. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ആലയത്തിൽ കയറി കർത്താവ് ഇവരെയൊക്കെ പുറത്താക്കിയപ്പോഴേ കർത്താവിൻ്റെ കൂടെ പട്ടാളക്കാർ വല്ലതും ഉണ്ടായിരുന്നു? സെക്യൂരിറ്റി വല്ലതും ഉണ്ടായിരുന്നു? സ്വർഗത്തിൽ നിന്ന് അധികാരം കൊടുത്താൽ കിട്ടിയാൽ സ്വർഗം കാത്ത് സൂക്ഷിക്കും. സ്വർഗം അത് ചെയ്യാനുള്ള കൃപയും നൽകും. अगर स्वर्ग से अधिकार दिया है तो स्वर्ग भी हमें फसल देगा. जरा सोचिए, यीशु मसीह मंदिर में आकर जजमेंट करने के टाइम, सबको बाहर करने के टाइम यीशु के साथ कोई सिक्योरिटी लोग था? नो, ही वाज अलोन. हु गेव दिस अथॉरिटी? when you do things by grace, when God gives you authority, people will know it is not just man,
ഇറ്റ് ഈസ് ഗിവൻ ബൈ ഗോഡ്. ഇത് മനുഷ്യരാലല്ല, ഇത് ദൈവം കൊടുത്ത അധികാരമാണ് എന്ന് മനുഷ്യർക്ക് മനസ്സിലാകും. സോ ജോൺ ആൻഡ് ജീസസ്, ഗോഡ് ഗേവ് ദ അതോറിറ്റി. परमेश्वर ने अधिकार दिया है. God gave the authority. ജോൺ ഗോസ്പൽ ചാപ്റ്റർ 3, യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം. വി ഷുഡ് എക്സ്പാൻഡ് ദിസ്, ഗോ ആൻഡ് സ്റ്റഡി ദിസ്. ഇത് നിങ്ങൾ പിന്നെ പോയി വായിക്കണം. ജോൺ 3:31-36. യോഹന്നാൻ 3:31 തൊട്ട് 36 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ there you can see from where Jesus has this authority. യേശു ക്രിസ്തുവിന് ഈ അധികാരം എവിടുന്നായി എന്ന് 31 തൊട്ട് 36 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. He who comes from above is above all. He who has received his testimony has set a seal to this, that God is true. For he whom God has sent, ദൈവം അയച്ചവൻ വാചനം സംസാരിക്കുന്നു. For he who God has sent speaks the words of God. ഓക്കെ, 34-ാമത്തെ വാക്യം 34 वचन में क्या लिखा है? For he whom God has sent, for he gives the Spirit without measure. So God the Father has sent Jesus to the world. പിതാവാം ദൈവം സ്വർഗത്തിൽ നിന്ന് ലഭിച്ച അധികാരമാണ്, അല്ലാതെ മനുഷ്യർ കൊടുത്തതല്ല. ഇൻസാനോനെ ഗി ദിയാവ അധികാർ നഹീ ഹൈ, परमेश्वर ने दिया हुआ अधिकार है. Now Jesus is going to give 3 parables. 3 ഉപമകൾ കർത്താവ് പറയാൻ പോവുകയാണ്. प्लीज रीड. आप लोग देखिए, अपने बाइबल को खोलिए. वर्सेस 21 का 28 से लेके 32 वचन. ജസ്റ്റ് റീഡ്. ഒന്ന് വായിച്ചാട്ടെ. 28 തൊട്ട് 32 വരെയുള്ള വാക്യങ്ങളിൽ ഒന്ന് വായിച്ചാട്ടെ. ജസ്റ്റ് റീഡ്. ഐ വിൽ ഗിവ് സം ടൈം, 2 or 3 minutes. അവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ പദം? 29-ാമത്തെ വാക്യം. 29. എനിക്ക് മനസ്സില്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു, എങ്കിലും പിന്നത്തേതിൽ അനുതപിച്ചു. അപ്പോൾ അനുതപിച്ചു എന്നുള്ള ഒരു കാര്യമാണ് ഈ ഉപമയിൽ. റിപ്പൻറ്റൻസ്, മാനസാന്തരം. സോ വാട്ട് ഈസ് ദ പ്രോബ്ലം വിത്ത് ദ ലീഡേഴ്സ്? എന്താണ് ഈ ലീഡേഴ്സിൻ്റെ പ്രോബ്ലം? നോ റിപ്പൻറ്റൻസ്, नो obedience. वो लोग मुंह से तो बोलते हैं praise God, hallelujah, वाइब्रेशन कटड़िए, मुंह से तो बोल रहे hallelujah praise Lord करके, promising है, പക്ഷെ ചെയ്യത്തില്ല. വായും കൊണ്ട് പറയത്തേ ഉള്ളൂ, അത് ചെയ്യും ഇത് ചെയ്യും, ഞങ്ങൾ സംഘമാണ്, ഇതാണ് ഇത്. പക്ഷേ എന്തില്ല? മാനസാന്തരപ്പെട്ട് തിരിഞ്ഞ് വന്നനുസരിക്കുന്നില്ല. ये लोग मुंह से तो प्रॉमिसिंग है, मुंह से तो वर्शिप करते, मुंह से तो सब कुछ बोलते, लेकिन हाँ जाएगा, पिताजी जाएगा, वी विल डू इट, लेकिन नो रिपेंटेंस एंड नो ओबीडियंस. റിപ്പൻറ്റൻസ് ആൻഡ് ഒബീഡിയൻസ് കിസ്കു മില? ആർക്കാണ് മാനസാന്തരം കിട്ടിയത്? ആരാണ് വിശ്വസിച്ചത്? വേഴ്സസ് 32, 32-ാമത്തെ വാക്യം. 32. इन दोनों में से किसने पिता की इच्छा पूरी की? उन्होंने कहा पहले ने. यीशु ने उनसे कहा, मैं तुमसे सच कहता हूं कि मसूल लेने वाले और वेश्य तुमसे पहले परमेश्वर के राज्य में प्रवेश करते हैं, बिकॉज दे रिपेंटेड एंड दे बिलीव्ड. എന്തുകൊണ്ടാണ് ചുങ്കക്കാരും വേശ്യമാരും നിങ്ങൾക്ക് മുൻപായി ദൈവരാജ്യത്തിൽ കടക്കുന്നത്? അവരനുസരണക്കേട് കാണിച്ചവരാണ്, പോകത്തില്ലെന്ന് പറഞ്ഞവരാണ്. പക്ഷെ ഇപ്പൊ എന്ത് പറ്റി? യേശുവിനെ विश्वसिച്ച് മാനസാന്തരപ്പെട്ടു. वो लोग पहले डिसोबे किए हुए लोग थे, उन्होंने पहले बोला कि नो वी विल नॉट डू इट. लेकिन जीसस को जब आया, जीसस का वचन जब आया, दे बिलीव्ड एंड दे ओबेड. सो व्हाट इज द प्रॉब्लम हियर? लैक ऑफ obedience and repentance. മനസ്സിലാകുന്നുണ്ടോ? അനുസരണക്കേടും മാനസാന്തരമില്ലാത്ത ലീഡേഴ്സ്. സെക്കൻഡ് പാരബിൾ, രണ്ടാമത്തെ ഉപമ. 21 से लेके 33 से लेके 46 तक, 33 തൊട്ട് 46 വരെയുള്ള വാക്യം പെട്ടെന്ന് 1-2 मिनट के अंदर जरा पढ़िए.
1-2 മിനിറ്റിൻ്റെ ഉള്ളിൽ പെട്ടെന്നൊന്ന് വായിച്ചാട്ടത്. ജൽദി പടി. അവിടെ ഉദർ ദേഖ आपने എവറി ടൈം ദ കിങ് ഈസ് സെൻഡിങ് സംബഡി. എല്ലാ പ്രാവശ്യവും രാജാവ് ആരൊക്കെ അയക്കുന്നു. എല്ലാ പ്രാവശ്യം എന്തോ ട്രീറ്റ്മെൻറ്റ്, ഹർബൽ ട്രീറ്റ്മെൻറ്റ് ക്യാ കൊന്നു കളയുക, കില്ല് ചെയ്യുക, पूरा करप्ट ट्रीटमेंट है ना. ആൻഡ് ലാസ്റ്റ് में अपने प्रिय बेटे को भी भेजा. അവസാനം തൻ്റെ മകനെ 37 വാക്യം. ബട്ട് ആഫ്റ്റർവേർഡ് ഈ സെൻഡ് സൺ ടു ദം സെയിങ് ദേ വിൽ റെസ്പെക്ട് മൈ സൺ. എൻ്റെ മകനെ. ദാറ്റ് ഷോസ് ജീസസ്. बट इल्ल वो उनको भी रिस्पेक्ट नहीं किया. कम लेट अस किल हिम एंड सीज हिज इनहेरिटेंस. सो यहाँ पर शोस द लीडर्स ऑफ दिस कम्युनिटी. ഈ സമൂഹത്തിൻ്റെ ലീഡേഴ്സ് परमेश्वर ने उनके हाथ में दिया था. ദൈവം അവരുടെ കയ്യിൽ ഇത് ഏൽപ്പിച്ചു. ബട്ട് ദേ ആർ നോട്ട് ലോയൽ ഓഫ് വാട്ട് ദേ ഹാവ് റിസീവ്ഡ്. അവർക്ക് ലഭിച്ചതിൽ അവർക്ക് വിശ്വസ്തതയില്ലായിരുന്നു. വഫാദാരി നൈത്ത അവർക്കില്ലായിരുന്നു. രാജാവായ യേശുക്രിസ്തുവിനെ അല്ലെങ്കിൽ പിതാവായ ദൈവത്തിൻ്റെ സ്വന്തം പുത്രനെ വിശ്വസിച്ച് കൈക്കൊള്ളതിന് പകരം അവനെ ക്രൂശിൽ കൊണ്ടുപോയി കൊന്നുകളയാൻ നോക്കുകയാണ്. जो पुत्र को बिलीव कर कर विश्वास करने के बदले ये लोग क्या कर रहे हैं मालूम है? यीशु मसीह को कालवरी सूली पर खत्म करने के लिए देख रहे हैं. तब वर्सेस 42 में जब देखते हैं 42वां वाक्यम, देयर वी कैन सी यीशु ने उनसे कहा, क्या तुमने कभी पवित्र शास्त्र में नहीं पढ़ा कि जिस पत्थर को राज मिस्त्रियों ने निकम्मा ठहराया था वही को सिरे का പത്തർ ഹോ ഗയ. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു എന്ന് കർത്താവ് അവരോട് പറയും. the stone which was rejected by the people has now become the cornerstone. लूक गॉस्पल, लूकोസിന്റെ സുവിശേഷം, ഷിമിയോൻ ने यीशु मसीह के बारे में कुछ कहा था. ഷിമിയോൻ യേശു കർത്താവിനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞു, ഒരു കാര്യം പ്രവചിച്ചായിരുന്നു. when we turn to Luke chapter 2, ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 34 വാക്യം, 2:34 जरा देखिए. 2:34 हिंदी और मलयालम में पढ़िए. तब शमौन ने उनको आशीष देकर उसकी माता मरियम से कहा, देख वह तो इज़राइल में बहुतों के गिरने और उठने के लिए और एक ऐसा चिन्ह होने के लिए ठहराया गया है जिसके बहुतों विरुद्ध गिरना और उठना, many will fall and many will rise. മലയാളത്തിൽ വായിച്ചേ, ആ പദം മാത്രം വായിച്ചേ. അനേകരുടെ അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിന് ഇവനെ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളത്തിനുമായി വെച്ചിരിക്കുന്നു. എഴുന്നേൽപ്പിനും. ഇത് ഷിമയോൻ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന പ്രവചനം കേട്ടോ. ഷിമയോൻ यीशु मसीह के बारे में बोलता हुआ नबूवत है. बहुत सारे गिरेंगे, बहुत सारे उठेंगे. मतलब എന്താ അർത്ഥം? യേശുവിനെ തട്ടി പലര് വീഴും, ഇതേ കല്ല് പലരെ ഉയർത്തുകയും ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? ഷിമയോൻ യേശുവിനെ കുറിച്ച് ജനിച്ച് കുറച്ച് ദിവസം ആയതേ ഉള്ളൂ, പ്രവചിക്കുകയാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രവചിക്കുകയാണ്. അനേകർ ഈ കല്ലിനെ തട്ടി വീഴും. बहुत सारे लोग इस पत्थर पर टेस मारकर गिर जाएंगे, लेकिन कुछ लोग ये चट्टान पर खड़े होकर they will go above. They will be risen as the church. They will be risen as the children of God, but many will fall because of him. He will be a stumbling and rock of offense, but he will be a cornerstone for somebody. ചിലർക്ക് അവൻ മൂലക്കല്ലും ചിലർക്ക് തടങ്ങൽ പാറയുമായിരിക്കും. ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയുമായിരിക്കും യേശു കർത്താവെന്ന് നമുക്ക് കാണാൻ കഴിയും. ദാറ്റ് ഈസ് നമ്പർ 2, രണ്ടാമത്തെ ഉപമ. നമ്പർ 3, മൂന്നാമത്തെ ഉപമ, ചാപ്റ്റർ 22 വേഴ്സസ് 1 to 14. 22-ാം അധ്യായത്തിൻ്റെ 1 തൊട്ട് 14 വരെയുള്ള വാക്യങ്ങളിൽ മൂന്നാമത്തെ ഉപമ നമുക്ക് കാണാൻ കഴിയും. അഗെയിൻ ദർ ഈസ് എ വെഡിങ്
ഒരു വിവാഹ ശുശ്രൂഷയാണ്, അല്ലെങ്കിൽ ഒരു വിവാഹമാണ്, രാജാവിൻ്റെ മകൻ്റെ വിവാഹമാണ്. അവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഏ അവിടെ ആ, ആം, അതിൻ്റെ 4-ാമത്തെ വാക്യം, ഉസ്കാ ചൗथा वचन जरा देखिए, राजा का बेटे का शादी है, इनविटेशन जरा देखिए, 4th वर्सेस। फिर उसने और दासों को यह कहकर भेजा, निमंत्रित लोगों से कहो, देखो मैं भोज तैयार कर चुका हूँ, मेरे बैल और पले हुए पशु मारे गए हैं और सब कुछ तैयार है, विवाह के ऐसा भोजन आओ। कोई वेडिंग इनविटेशन मिला है आपको कभी भी? ഇങ്ങനെ വെഡിങ് ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ടോ? മെനു കെ സാത്ത്, ഫുഡ് മെനുയുടെ കൂടെ കിട്ടിയിട്ടുണ്ടോ? ഏ നമ്മൾ അവിടെ ചെല്ലുമ്പോഴായിരിക്കും മെനു കാണുന്നത്. നമ്മൾ एकदम शादी होने के बाद റിസപ്ഷൻ में क्या है मेन्यू करके देखते हैं, ये राजा पहले मेन्यू ही दे दिया, മെനു നേരത്തെ കൊടുത്തു. നോക്കിക്കേ, ഇൻവിറ്റേഷൻ ചെയ്യുക, വാ, കം കം ടു ദ വെഡിങ്, എവറിത്തിങ് ഈസ് റെഡി. But people are least bothered. They paid no attention. 5-ാമത്തെ വാക്യം, 5വാं വചനം जरा देखिए, परंतु वे बेपरवाही करके चल दिए, അവർ അത് കൂട്ടാക്കാതെ. ഏതാ മാസത്തിൽ 3 വട്ടം ഉപവാസമുണ്ട്, महीने में 3 दिन का फास्टिंग ब्रदर है, ओ जाने दो, क्या 3 दिन का फास्टिंग, अगला महीना भी आएगा. കൂട്ടാക്കുന്നില്ല. പീപ്പിൾ കോളിംഗ്, കം ഫോർ ദ മീറ്റിംഗ്, നോ, കം ഫോർ ദ ഫെലോഷിപ്പ്. ഇത് പാസ്റ്ററിന് എന്തോ ഇങ്ങനെ, എനിക്ക് തോന്നുന്നു എവിടോ കണക്ക് കാണിക്കാനാന്ന് തോന്നുന്നു ഞങ്ങൾ ഇങ്ങനെ വിളിക്കുന്നതെന്നാണ് പലരും ചിന്തിക്കുന്നത്. बहुत सारे लोग क्या सोचते हैं, वो पता नहीं कि पास्टर को किधर तो ऐसा दिखाना है अकाउंट कि कितना लोग आए आज के मीटिंग में, इसके लिए बार बार ऐसा बुलाता है. मेरा कोई फायदा के लिए नहीं, आपका फायदा के लिए. प्रभु का वचन सुनेगा तो आप बढ़ेंगे, नहीं तो नहीं बढ़ेंगे, सिंपल. കർത്താവിൻ്റെ വചനം കേട്ടാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും, നമ്മൾ വളരും. കേട്ടില്ലെങ്കിലോ നമുക്കാ നഷ്ടം, അല്ലാതെ എനിക്കാരും കാണിക്കാനൊന്നുമല്ല. ഇവിടെ ഇങ്ങനെ ഇൻവിറ്റേഷൻ കൊടുത്തുകൊണ്ടിരിക്കുക, ഇൻവിറ്റേഷൻ ദേത്തെ ജാർ, എവരി ബാർ ഇൻവിറ്റേഷൻ. പീപ്പിൾ ആർ നോട്ട്, ദേ മേഡ് ലൈറ്റ് ഓഫ് ദിസ്. ഇംഗ്ലീഷ് മിലിക്ക ദേ മേഡ് ലൈറ്റ് ഓഫ് ഇറ്റ്. അതിനെ ലഘൂകരിച്ചു, അതിനെ വലിയ സീരിയസ് ആക്കിയില്ല. നമ്മുടെ മനസാക്ഷിയോട് തന്നെ ചോദിക്കണം കേട്ടോ. ദൈവസഭയോടുള്ള വിഷയങ്ങളിൽ നമ്മൾ കൂറുള്ളവരായിരിക്കണം, എല്ലാ വിഷയത്തിലും. प्रभु के कलीसिया के हर एक बातों में हम लोग जो है, we should be participating everything, we should be involved in everything. नहीं तो हम अपने अपने मन से ही पूछे what I am doing. അവർ അത് കൂട്ടാക്കത്, ഓരോരുത്തൻ തൻ്റെ നിലത്തേക്ക്, മറ്റൊരുത്തൻ തൻ്റെ വ്യാപാരത്തിലേക്കും പൊക്കളഞ്ഞു. कोई अपने खेत में और कोई अपने व्यापार में चले गए. फिर क्या किया बाकी लोग ने? वर्स 6, 6वां वाक्य, औरों ने जो बच रहे थे ദാസോं को पकड़कर उनका अनादर किया और मार डाला. ശേഷമുള്ളവർ അവൻ്റെ ദാസന്മാരെ പിടിച്ച് അപമാനിച്ചു, കൊന്നുകളഞ്ഞു. सेम पैटर्न, രണ്ടാമത്തെ അതേ सेम पैटर्न ആണ്. दूसरा ही सेम पैटर्न है करके हम लोग देख सकते हैं. वर्सेस 8, 8वां वाक्य, 8वां वचन, तब उसने अपने दासों से कहा, भाई के विवाह के भोज को तैयार है, परंतु नेवताहारी योग्य न ठहरे. പിന്നെ അവൻ ദാസന്മാരോട്, കല്യാണം ഒരുങ്ങിയിരിക്കുന്നു, ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരല്ലായിരുന്നു. അതാണ്, ഇവർ വലിയ കാര്യത്തെ വിചാരിച്ചു, ഞങ്ങള് വരുന്നില്ല, ലൈറ്റാക്കി. പക്ഷെ കർത്താവ് പറയുന്നത്, നിങ്ങൾക്ക് യോഗ്യതയില്ല ഇതിലേക്ക് പങ്കെടുക്കാൻ. you are not worthy. I invited you, but you are not worthy to it. അബി രാജാ का जरा मन जरा देखिए, ഈ രാജാവിൻ്റെ മനസ്സൊന്ന് നോക്കിക്കേ. അതിൻ്റെ 9, 10 वाक्य, 9 and 10 हम लोग देखते हैं. वहाँ पर लिखा है कि इसलिए चौराहों में जाओ और जितने लोग तुम्हें मिले सबको വിവാഹ के भोज में बुला लो. ആകയാൽ വഴിതളക്കിൽ ചെന്ന് കാണുന്നവരെയൊക്കെയും കല്യാണത്തിന് വിളിപ്പീൻ എന്ന് പറഞ്ഞു. ഗോ ഔട്ട്. സോ ഫസ്റ്റ് 8 വേഴ്സ്, ആദ്യത്തെ 8 വാക്യം ഇസ്രായേലിനോടുള്ള ബന്ധത്തിലുള്ള ചരിത്രമാണ്. ആ फर्स्ट 8 वर्सेस जो है इसराइल के बारे में, इसराइल का हिस्ट्री है. तो 9 से लेके नीचे इट इज टॉकिंग अबाउट द एंड टाइम्स साल्वेशन. അവസാനം കർത്താവ് ഈ രക്ഷ
ഇസ്രായേൽ മാത്രമല്ല, സകല ജാതികളെയും ഇൻവൈറ്റ് ചെയ്യുക. സാരേ ജാതിയോं को परमेश्वर इनवाइट कर रहा है. और यू नो what happened? Verses 10, 10ാമത്തെ വാക്യം. ആ ദാസന്മാർ വഴികളിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്നു. കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. सो उन दासों ने सड़कों पर जाकर क्या बुरे क्या भले जितने मिले सबको इकट्ठे किया और विवाह का घर जेवनहारों से भर गया. ओके, सो व्हाट हैपेंड नेक्स्ट? वर्सेस 11, 11. जब राजा जेवनहार के देखने के भीतर आया तो उसने विवाह बहा का एक मनुष्य को देखा जो विवाह का वस्त्र नहीं पहने था. വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്തു വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാതെ ഒരു മനുഷ്യനെ അവിടെ കണ്ടു. उसने पूछा, है मित्र? यू रिमेंबर आई टोल्ड यू, जीसस ने किधर भी फ्रेंड करके पूछा है तो इट इज द मिस्टेक ऑफ द अदर पर्सन, इट इज अ सिन ऑफ द अदर पर्सन. സ്നേഹിത, നീ കല്യാണ വസ്ത്രം ഇല്ലാതെ ഇവിടെ അകത്ത് വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. യേശു ആരെങ്കിലും സ്നേഹിത എന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുവിശേഷത്തിൽ 3 തവണയുള്ളത് ഞാൻ പറഞ്ഞായിരുന്നു. ആ വ്യക്തിയുടെ തെറ്റ് ഉണ്ട് ചൂണ്ടിക്കാണിക്കുകയാണ് കർത്താവ് ചെയ്തത്. സ്നേഹിത, നീ എങ്ങനെ കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ വന്നു എന്ന് പറഞ്ഞാൽ കർത്താവ് ഈ കല്യാണ വസ്ത്രം വേണം എന്ന ഉദ്ദേശത്തിലാണ് ആ കാര്യം ചോദിക്കുന്നത്. ഇവൻ എങ്ങനെയോ അകത്ത് കടന്നു വന്നു എന്ന് വന്നത് ചോദിച്ചു. എന്നാൽ അവന് വാക്ക് മുട്ടിപ്പോയി. ഉസ്കാ മുँह ബന്ദ് ഹോ ഗയാ. तो दैट मीन्स ദിസ് ഇസ് സംതിങ് വെരി സീരിയസ്. ഇത് സീരിയസ് ആയിരിക്കുന്ന ഒരു വിഷയം. അതുകൊണ്ട് വാക്ക് മുട്ടിപ്പോയി, ഉത്തരവില്ലാതായി. ഹി ഡോണ്ട് ഹാവ് എനി ആൻസർ. സോ ദിസ് പാരബിൾ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇൻ ദിസ് വേ. ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നീതീകരണം നാം നീതീകരണം എല്ലാം സൗജന്യമായി പ്രാപിച്ചെങ്കിലും കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നല്ല പ്രവൃത്തി ചെയ്ത് ആ നീതിയുടെ വസ്ത്രം നാം ധരിക്കണം. നല്ല പ്രവൃത്തി ചെയ്തിട്ടല്ല നാം രക്ഷിക്കപ്പെട്ടത്. എന്നാൽ രക്ഷിക്കപ്പെട്ടതിൻ്റെ ഉദ്ദേശം എന്താ? നല്ല പ്രവൃത്തി ചെയ്യാനാണ്. നല്ല പ്രവൃത്തി ചെയ്ത് രാജാവിൻ്റെ വിരുദ്ധശാലയിൽ വരാൻ പറ്റത്തില്ല. നമുക്ക് ആ വസ്ത്രങ്ങളെല്ലാം ഉരിഞ്ഞു കളയണം. നമ്മുടെ നന്മ പ്രവൃത്തികളെല്ലാം നമ്മൾക്കറിയാം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം കറപുരണ്ട തുണി പോലത്രേ. അതുകൊണ്ട് കല്യാണശാലയിൽ വരാൻ പറ്റത്തില്ല. എന്നാൽ കല്യാണശാലയിൽ കൃപയാൽ കടന്നു വന്നവരെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അവർ നന്മ പ്രവൃത്തിയുടെ നീതി വസ്ത്രം ധരിക്കണം. They should do the good works. हम लोग प्रभु के घर पर हमने कोई भले काम किए इस वजह से नहीं आए. प्रभु की दया और करुणा की वजह से हम लोग प्रभु के घर पर आए. लेकिन आए हुए लोगों से प्रभु क्या चाहता है कि हम लोग भले काम करें. वो भले काम का कपड़ा अगर नहीं है तो हम भी बाहर रखा जाएगा. क्यों ये लीडर्स लोग अंदर नहीं आ पाए? क्योंकि वो लोग अपने भले काम के कपड़ा पहन के अंदर आना चाहते हैं. എന്തുകൊണ്ടാണ് ഇസ്രായേൽ രക്ഷിക്കപ്പെടാതിരുന്നത് പോയത്? കാരണം അവർ നീതീകരിക്കപ്പെടാൻ എങ്ങനെയാണ് താല്പര്യപ്പെട്ടത്? നന്മ പ്രവർത്തികൾ ചെയ്ത് നീതീകരണം പ്രാപിക്കാനാണ് അവർ താല്പര്യപ്പെട്ടത്. അതുകൊണ്ട് അവർക്കത് ലഭിക്കാതെ പോയി. എല്ലാവരെയും കുറിച്ചല്ല കേട്ടോ, എല്ലാവരെയും കുറിച്ചല്ല. അവർക്കത് ലഭിക്കാതെ പോയി. എന്നാൽ എൻ്റെ നീതി കൊണ്ടല്ല, അവിടുത്തെ നീതി കൊണ്ട് എന്ന് പറഞ്ഞ് വിശ്വസിച്ച് കടന്നു വന്നവർക്ക് ഈ വിരുന്നുശാലയിൽ പ്രവേശനമുണ്ട്. എന്നാൽ കടന്നു വന്നവരെ കുറിച്ച് ആഗ്രഹിക്കുന്നത് they should wear the righteousness of that good works of righteousness. वो कपड़े को पहना हुआ होना चाहिए. ആ വസ്ത്രം ധരിക്കുന്നവരായി തീരണം. So this is the 3 parables, Israel history and end times. ഇസ്രായേലിൻ്റെ ചരിത്രവും അന്ത്യകാലത്തെക്കുറിച്ചുള്ള കാര്യമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, ലാസ്റ്റ് 3 സ്റ്റോറീസ് को हम लोग देखते हैं. 3 ഇൻസിഡൻസിനെ നമുക്ക് കാണാൻ കഴിയും. 15 till 22, 15 തൊട്ട് 22 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് കർത്താവിനെ പരീക്ഷിക്കുവാൻ വേണ്ടി, ട്രാപ്പിലാക്കാൻ വേണ്ടി നോക്കിയെന്നാണ്. उनको यीशु मसीह को किसी भी तरह ट्रैप में करने के लिए लोग ने देखा. वर्सेस 15 जरा देखिए. तब फरीसियों ने जाकर आपस में विचार किया कि उसको किस प्रकार बातों में फंसाए.
അനന്തരം പരീശന്മാർ ചെന്ന് അവനെ വാക്കിൽ കൊടുക്കേണ്ടതിന് ആലോചിച്ച് കൊണ്ട്. അപ്പം വാക്കിൽ കൊടുക്കാൻ, ട്രാപ്പ് ഹിം ഇൻ വാട്ട് ഹി സേസ്. അപ്പം അതൊരു പൊളിറ്റിക്കലായിട്ട് എടുത്തു കഴിഞ്ഞാൽ യേശുവിനെ പെട്ടെന്ന് തൂക്കുകയറി കൊടുക്കാം. പൊളിറ്റിക്കൽ करेगा तो यीशु को क्या कर सकता है? सूली पर चढ़ा सकता है. वाई? സീസർ के साथ കണക്റ്റഡ്, കൈസറുമായിട്ട് കണക്റ്റഡാ. സീസർ ഇസ് ദ ലോർഡ്. സീസറാണ് കർത്താവെന്ന് ആ സമയം പഠിപ്പിക്കുമ്പോൾ യേശു ഇവരുടെ തന്ത്രത്തെ മനസ്സിലാക്കി അതിന് ഒഴിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യേശു मसीह बड़े वाइसली उनके उस फंसाने का अनुभव को देखकर वहाँ पर से बच गया कर हम लोग देखते हैं. आई एम नॉट गोइंग टू एक्सप्लेन दैट. ഇറ്റ്സ് വെരി സിമ്പിൾ ആൻഡ് പ്ലെയിൻ ആൻഡ് ഡയറക്റ്റ്. ഇത് വളരെ സിമ്പിൾ പ്ലെയിൻ ഡയറക്റ്റ് ആയതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. 23 से लेके 33 तक, 23 തൊട്ട് 33 വരെയുള്ള വാക്കുകൾ. सदूकी लोग यीशु मसीह के पास आकर वो लोग विश्वास नहीं करते റിസറക്ഷൻ पर. അവർ പുനരുത്ഥാനത്തെ വിശ്വസിക്കാത്തവരാണ്. 23-ാമത്തെ വാക്യം നമ്മൾ വായിച്ചാൽ 23, उसी दिन सदुकियों जो कहते थे कि मरे हुए का पुनरुत्थान है ही नहीं, उसके पास आए और उससे पूछा. പുനരുത്ഥാനമില്ല എന്ന് പറയുന്ന സദൂക്യർ അന്ന് അവൻ്റെ അടുക്കൽ വന്നു. तो यीशु मसीह से सवाल पूछा आफ्टर रिजरेक्शन कैसा रिलेशन के बारे में. तो यीशु मसीह ने बोला, यू नो, verses 31, 31-ാമത്തെ വാക്യം, but regarding the resurrection of the dead, have you not read what was spoken to you by God? I am the God of Abraham and the God of Isaac and the God of Jacob. He is not the God of the dead but of the living. അതിൻ്റെ അർത്ഥം, ഉസ്കാ മത്ലബ്, you know, God did not say that I was the God of Abraham, I was the God of Isaac, I was the God of Jacob. I am the God of Abraham, Isaac and Jacob. That means even though Abraham, Jacob, Isaac dead, they are living. So God is the God of living. മരിച്ചവരുടെ ദൈവം മാത്രമല്ല. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബൊക്കെ മരിച്ചു പോയെങ്കിലും ദൈവം അവരെക്കുറിച്ച് പറയുന്നത് എന്താണ്? ഞാൻ അബ്രഹാമിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, യാക്കോബിൻ്റെയും ദൈവം ആയിരുന്നു, അല്ല ആണ് എന്ന് പറഞ്ഞാൽ അവർ മരിച്ചവരായിരുന്നെങ്കിലും ദൈവസന്നിധിയിൽ അവർ ജീവനോടിരിക്കുന്നവരാണ്. അപ്പം മരിച്ചവരുടെ മാത്രമല്ല, ജീവനുള്ളവരുടെ ദൈവമാണ്. എൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, മരണാന്തരം, മരിച്ചതിന് ശേഷം ഒരു ജീവനുണ്ട് എന്ന് സദൂക്യരോടെ പഠിപ്പിക്കുക. मौत के बाद एक जीवन है कर कर सदुकियों को सिखा रहा है और उनका अंडरस्टैंडिंग रॉन्ग कर कर उनको बता रहा है. അവരുടെ പഠിപ്പിൽ തെറ്റാണെന്ന് യേശുവോടെ പഠിപ്പിക്കുക. 22 का 29, यीशु ने उन्हें उत्तर दिया कि तुम पवित्र शास्त्र और परमेश्वर की सामर्थ नहीं जानते, इस कारण भूल में पड़ गए हो. അതിന് യേശു ഉത്തരം പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായകൊണ്ട്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. തിരുവെഴുത്തുകളെയും അറിയണം, ദൈവശക്തിയെയും അറിയണം. തിരുവെഴുത്തുകളെ മാത്രമല്ല, ദൈവശക്തി, തിരുവചനത്തിലുള്ള ദൈവശക്തി. എന്താണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്? പുനരുത്ഥാനം, അല്ലെ, ജീവൻ കഴിഞ്ഞ്, മരണം കഴിഞ്ഞ് ഒരു ജീവനില്ല, മരണം കഴിഞ്ഞ് ഒരു പുനരുത്ഥാനമില്ല എന്ന് സദൂക്യരോട് പഠിപ്പിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, യു ഡു നോട്ട് നോ ദ വേർഡ്. നിനക്ക് തിരുവചനം അറിയത്തില്ല, ദൈവശക്തി അറിയത്തില്ല. മരിച്ച് കഴിഞ്ഞതിന് ശേഷം ഉയർപ്പിക്കാൻ കഴിയുന്നവനാണ് ഞാൻ. मरने के बाद भी मैं पुनरुत्थान दे सकता हूँ. I have the power. So believe in the power and believe what the word says. ദൈവവചനം എന്തോ പറയുന്നത് അത് വിശ്വസിക്കണം. ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കണം. മരിച്ചതിന് ശേഷം ഒരു ജീവനുണ്ട്. അല്ലാതെ ഇവിടെ ഒരു 80 വയസ്സ് വരെ എങ്ങനെയും ജീവിച്ച് എവിടെയിലേക്കും പോകുന്ന ഒരു ജീവിതമല്ല. There are many people who believe like that. Man does not have a soul. മനുഷ്യന് ആത്മാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ബസ് ഐസി ജീറ, അങ്ങനെ അങ്ങ് ജീവിക്കുക. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, there is a life after that. There is resurrection from the dead. Last 34 till 40, 34 തൊട്ട് 40 വരെയുള്ള വാക്യങ്ങളിൽ പൂറ ലോക്കോ, എല്ലാ ലോയിനെയും ക്രോഡീകരിച്ച് യേശു രണ്ടാക്കി. പൂറ ലോക്കോ हम लोग देखते हैं कि यीशु मसीह ने उसको 2 किया. Verses 37, and he said to him, you shall love the Lord your God with all your heart, with all your soul and with all your mind. This is the great and foremost commandment. The second is like it. അത് ശ്രദ്ധിക്കണം.
നമ്മളിങ്ങനെ വായിച്ചു പോകുമ്പം അത് വിട്ടുപോകും. 37, 38, 39 നോക്കിക്കേ. 37, 38, 39 മലയാളത്തിൽ ഒന്ന് വായിച്ചാട്ടെ. മലയാളം മെഞ്ചിറപ്പടി, ഫിറിസ്ക് ഹിന്ദി മെഞ്ചിറപ്പടി. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേത് അവനോട് സമം. രണ്ടാമത്തത് അത് കുറച്ച് കാര്യമല്ലെന്നല്ല പറയുന്നത്. രണ്ടാമത്തത് സമം. അതിനോട് സമം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്തുവാ? രണ്ടാമത്തെ എന്തുവാ? രണ്ടാമത്തത് കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. കൂട്ടുകാരൻ എന്ന് പറയുമ്പം നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർ എന്നല്ല എൻ്റെ അർത്ഥം കേട്ടോ. കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ അയൽക്കാരൻ. അയൽക്കാരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്നത് മാത്രമല്ല. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ഞാനൊരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുക. ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് ആരാ നിൽക്കുന്നത്, അതിപ്പോൾ ആ സമയത്ത് എൻ്റെ അയൽക്കാരനാണ് പുള്ളി. ഞാനിപ്പോൾ മാർക്കറ്റിൽ ചെന്നു, മാർക്കറ്റിൽ എൻ്റെ അടുത്ത് നിൽക്കുന്ന ആരാ? ആൾക്കാരൻ എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ സകല മനുഷ്യരും എൻ്റെ അയൽക്കാരൻ. देखो हिंदी में जरा पढ़िए से। उसने उससे कहा, तू परमेश्वर अपने प्रभु से अपने सारे मन और अपने सारे प्राण और अपनी सारी बुद्धि के साथ प्रेम रख। बड़ी और मुख्य आज्ञा तो यही है, और उसी के समान यह दूसरी भी है कि तू अपने पड़ोसी से अपना समान प्रेम रख। वो 39 वर्सेस में देखा, और उसी के समान यह दूसरी भी है। मतलब सेकेंड कमांडमेंट सेकेंडरी नहीं है, फर्स्ट के जैसे इंपॉर्टेंट ही है। गॉड के साथ का रिलेशन और लोगों के साथ का रिलेशन इट ഈസ് ഈക്വൽ. ദൈവത്തോടുള്ള ബന്ധവും മനുഷ്യനോടുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ് കർത്താവ് പറയുന്നത്. അല്ലാതെ ദൈവത്തെ ഭയങ്കര സ്നേഹം മനുഷ്യനോട് ക്ഷമിക്കുന്നില്ല എങ്കിൽ ആ സ്നേഹം വ്യാജമാണ് കേട്ടോ. മലയാളത്തിൽ ഭാഷ പറഞ്ഞാൽ അത് ഇറ്റ് ഈസ് എ ഫ്രോഡ്. അതൊരു ഫ്രോഡാണ്. प्रभु से प्रेम है करके बोल के पड़ोसी से नफरत करना, माफ नहीं करना, इट इज नॉट ए ट्रू लव. क्योंकि देखो 39 39 ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ കൊടുത്തു. അത് പിന്നെ വായിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കാം. 39 വാക്യം അവിടെ കാണുന്നത് കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. അത് 34 മലയാളത്തിൽ, അതിന് പക്ഷേ 38 മലയാളത്തിൽ. രണ്ടാമത് അതിനോട് സമം. അതിനോട് സമം. हिंदी में 39 है, और उसी के समान ये दूसरी भी है. तो दूसरी है इसका मतलब सबऑर्डिनेट नहीं, चल जाएगा, मुश्किल नहीं, ऐसा नहीं है. इफ यू ट्रूली लव गॉड, वी विल लव आवर ब्रदर्स एंड सिस्टर्स एंड नेबर्स. इफ यू डू नॉट, we are not loving God, we are frauds, we are hypocrites. Hallelujah. Okay, 41 से लेके 46, 41 തൊട്ട് 46 വരെയുള്ള വാക്യങ്ങൾ. ജീസസ് is asking question. 41, 42, 43 जरा पढ़िए. 41, 42, 43. जब फरीसी इकट्ठे थे तो यीशु ने उनसे पूछा, मसीह के विषय में तुम क्या सोचते हो, वह किसका पुत्र है? उन्होंने उससे कहा, दाऊद का। उसने उनसे पूछा, तो दाऊद आत्मा में होकर उसे प्रभु क्यों कहता है? മലയാളത്തിൽ വായിച്ചിട്ട് 43 വാക്യം. യേശു അവരോട്, ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? അവൻ ആരുടെ പുത്രനെന്ന് ചോദിച്ചു. ദാവീദന്റെ പുത്രനെന്ന് അവർ പറഞ്ഞു. അവൻ അവരോട്, എന്നാൽ ദാവീദ് ആത്മാവിൽ അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എങ്ങനെ? 44 verses देखिए. 44 verses, 44 വാക്യം. प्रभु ने मेरे प्रभु से कहा, मेरे दाहिने बैठ, जब तक कि मैं तेरे बैरियों को तेरे पांव के नीचे ना कर दूं. Psalm 110 verses 1. സങ്കീർത്തനം 110 1. ഓക്കെ, ലിഖാനിലേക്ക് സുഹൃത്തി ലിഖില്ലേ, അത് എഴുതിയെടുത്താൽ മതി. 110 1. देखो 110 का एक में क्या, प्रभु ने मेरे प्रभु से कहा. प्रभु ने मेरे प्रभु से कहा. अभी तो उधर कितना प्रभु हो गया? प्रभु ने मेरे प्रभु से कहा, मतलब कितना प्रभु हो गया? 2. ले 44 वाक्य देखिए.
ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠത്ത് ആക്കുവോളം എൻ്റെ വലത്തു ഭാഗത്ത് ഇരിക്കുക എന്ന് കർത്താവ്, ഓക്കെ, കർത്താവ് ഒരാൾ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു. കർത്താവ് എൻ്റെ കർത്താവിനോട്. അപ്പൊ എത്ര കർത്താവായി? 2. 2. കർത്താവ് എൻ്റെ കർത്താവിനോട്. ഓക്കെ, സോ ഡേവിഡ് ക ലോർഡ് കോനെ, ഡേവിഡ് ക പ്രഭു കോനെ. ദാവീദിന്റെ കർത്താവ് ആരാ? ഹൂ ഇസ് ദ ലോർഡ് ഓഫ് ഡേവിഡ്? വേഴ്സസ് 45, 22-45, 22-45. അവനോട് ഉത്തരം പറവാൻ ആർക്കും, सॉरी, ओके, मलयालത്തിൽ थोड़ा गड़बड़ है, मलयालम में उधर आगे नीचे हिंदी में पढ़ते हैं. भला जब दाऊद उससे प्रभु कहता है तो वो उसका पुत्र क्यों कर ठहरा? മലയാളത്തിൽ ഒന്ന് വായിച്ചേ, യേശുവിന്റെ ചോദ്യം ഒന്ന് വായിച്ചേ. അത് 44. ദാവീദ് അവനെ കർത്താവ് എന്ന് പറയുന്നുവെങ്കിൽ അവന്റെ പുത്രനാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. 44 ലാസ്റ്റ്. അവനോട് ഉത്തരം പറയുവാൻ ആർക്കും കഴിഞ്ഞില്ല. Nobody could answer him. Did you see that? മനസ്സിലായോ? So മാത്യു 1:1, മത്തായി 1:1, ജെറനിക്കാൽ മാത്യു 1:1. अब्राहम की संतान, दाऊद की संतान, यीशु यीशु मसीह की वंशावली. സന്താന, യെസ്, ദാവീദിന്റെ പുത്രനാണോ യേശു കർത്താവ്? അതെ. മാത്യു 22:44-45, മത്തായി 22:44-45. ഈ ദാവീദിന്റെ പുത്രൻ ദാവീദിന്റെ ആരും കൂടെ കർത്താവും കൂടെ. ഹി ഈസ് ദ ലോർഡ് ഓഫ് ഡേവിഡ്, ദാവൂദ് കാ പ്രഭു भी है. So Jesus is greater than David. Jesus is greater than Moses. Jesus is the Son of God. Praise God. Isaiah 21-22 ചാപ്റ്റർ ഖത്തം होता है. ഇങ്ങനെ 21-22 ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. ആക്ക് ബന്ദ് കरेंगे, हम लोग प्रार्थना करें. നമുക്ക് പ്രാർത്ഥിക്കാം.